الحمد لله رب العالمين. الحمد لله الذي أنعمنا وأسعدنا بهداية الإسلام، وهو الذي وحدنا على كلمة التوحيد والإسلام، وهو الذي أجمعنا في هذا المسجد المبارك في الجلسة الطيبة، والصلاة والسلام على القائل: يا أيها الناس قولوا لا إله إلا الله تفلحون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا وتطمئن قلوبهم بذكر الله، ألا بذكر الله تطمئن القلوب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ രക്ഷിതാക്കളെ, കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ചറബിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പ്രാമാണികമായി ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മനിരതമായ ജീവിതം നിലനിർത്തണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് ഉണർത്തുകയാണ്, തത്വകൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ദീനീ വിജ്ഞാന സദസ്സിന്റെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്, വിശാലമായി സംസാരിക്കേണ്ടതാണ്. എങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഭാഗങ്ങളാണ് ഈ പുതിയ കാലത്തെ വിഷയത്തിന്റെ പ്രസക്തി മുൻനിർത്തിക്കൊണ്ട് അല്പസമയം സംബന്ധിച്ച് സംസാരിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഅരിബ് ജമാഅത്തിന് ശേഷം ഇശാ ജമാഅത്തിനടക്കായി സംഘടിപ്പിക്കപ്പെട്ട ഈ ദീനീ വിജ്ഞാന മജ്‌ലിസിനെ സ്വാലിഹായ കർമ്മമായി കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാനങ്ങളെ ഉപകാരപ്പെടുന്ന അമലുകൾ കർമ്മങ്ങളാക്കി തീർക്കുവാനുള്ള കാര്യബോധം മരിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിലനിർത്തി അനുഗ്രഹിച്ചു നൽകുമാറാകട്ടെ. നിർഭയത്വം തകർക്കുന്ന അന്ധവിശ്വാസങ്ങൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ സംസാര ചിന്താ വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ആധുനിക കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിഷ്കൃതമായ സമൂഹത്തിനടക്ക് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവോത്ഥാനത്തിന്റെയും അതേപോലെ തന്നെ പരിഷ്കരണത്തിന്റെയും പല വിധത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം നിഷ്പ്രഭമാക്കി തീർക്കുന്ന അധപ്പതനമാണ് വിശ്വാസ ജീർണതകളിലൂടെ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും അതിവേഗം വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇരയായി ഒരുപാട് നിസ്സഹായരായ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ ദിനം പ്രതി നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് AI കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധിയെ കുറിച്ച് മനുഷ്യൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. വലിയ പുരോഗതിയിലേക്ക് എത്തി എന്ന് നമ്മൾ അഹങ്കരിക്കുന്ന, വിരമിക്കുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെയുള്ള ആഠിത്യങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന ഈ കാലത്ത് നമ്മുടെയൊക്കെ രാജ്യത്തും നാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, പ്രശ്നങ്ങൾ അത്രമേൽ സുബോധർക്കമല്ല, പ്രയാസകരമാണ്. നമ്മുടെ രാജ്യം
അതിന്റെ ശാസ്ത്ര സംവിധാനം ബഹിരാകാശ ഏജൻസി ഇസ്രോ ISRO കഴിഞ്ഞ ആഴ്ചയിലാണ് 100ാമത് റോക്കറ്റ് ബഹിരാകാശത്തേക്കൊക്കെ വിക്ഷേപിച്ചത്. അപ്പൊ നമ്മുടെ രാജ്യം പല മേഖലകളിലും അഭിമാനം കൊള്ളുന്ന സമയത്തും എന്നാൽ വിശ്വാസപരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മതകീയമായ കാര്യങ്ങൾ ഏത് മതവിഭാഗങ്ങളിലാകട്ടെ, എല്ലാ മതങ്ങളും വിശ്വാസവും ആശയവും ആദർശവും ആത്മീയ ചിന്തയും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ തുടിച്ചു നിൽക്കാൻ പാകത്തിലുള്ള സമാശ്വാസം പകരുന്ന കാര്യങ്ങളായിരിക്കണം. മനുഷ്യന്റെ ജീവനെയും ജീവിതത്തെയും നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്നതാണ് എങ്കിൽ, മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതായി വിശ്വാസം മാറുകയാണ് എങ്കിൽ അതിനാണ് നമ്മൾ മൂഢവിശ്വാസം, അന്ധവിശ്വാസം എന്ന് പറയാറുള്ളത്. കാരണം വിശ്വാസത്തിലൂടെ മനുഷ്യ സമൂഹം ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടതും വിമോചനമാണ്. എല്ലാ തരത്തിലുമുള്ള ചങ്ങലക്കെട്ടുകളിൽ നിന്ന്, ചൂഷണങ്ങളിൽ നിന്ന് അതിജീവനം നേടുന്ന അതിമനോഹരമായ ജീവിത പദ്ധതിയുടെ പേരാണ് സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യ വിമോചനത്തിന്റെ സാധ്യമല്ലാത്ത ആശയങ്ങളൊക്കെ മനുഷ്യനെ പിറകോട്ട് വലിക്കുന്നതാണ്. അങ്ങനെ മതത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് പല ആളുകളെയും പിറകോട്ട് വലിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ ജീവനും ജീവിതവും സമ്പത്തും സന്മാർഗവും ചാരിത്രവും വരെ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമുക്ക് പറയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് UP-യിലെ ഹാത്രസിലെ ഒരാൾ ദൈവം നിന്ന സ്ഥലം, അദ്ദേഹം നടന്ന ഭാഗത്തുള്ള മണ്ണ് വാരിയെടുക്കാനുള്ള തിക്കിലും തിരക്കിലും പെട്ട് മോർ ദാൻ 100-100-ലധികം ആളുകൾ മരണപ്പെടുകയുണ്ടായി. അപ്പൊ അത് വിചാരിക്കുന്നത് ആ മണ്ണ് കിട്ടിയാലാണ് മോക്ഷം കിട്ടുക, സമാധാനം കിട്ടുക എന്നാണ്. അതേപോലെ തന്നെ 5 വർഷം ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് ഒരു കുഞ്ഞെന്ന സൗഭാഗ്യം ലഭിക്കാത്തതിന്റെ പേരിൽ ഒരു റിപ്പോർട്ടില് ഒരു ജ്യോത്സ്യൻ ആ ഭർത്താവിനോട്, ആ രക്ഷിതാവിനോട് പറയാൻ, നിങ്ങൾ ജീവനോടുകൂടി കോഴിയെ വിഴുങ്ങണം, മറ്റൊന്നും ആലോചിച്ചില്ല. ജീവനോടുകൂടി കോഴിയെ വിഴുങ്ങുകയും ദാരുണമായ മരണത്തിന്റെ വിധേയമാകുകയും ചെയ്ത മനുഷ്യൻ നമ്മുടെ രാജ്യത്താണ്. അതേപോലെ 3 വർഷം മുമ്പ് ഒരു കോവിഡിന്റെ ഒക്കെ ഒരു സമയത്ത് ആന്ധ്രയിലെ ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലം, അവിടെ വിദ്യാസമ്പന്നമായ കുടുംബം, സാമ്പത്തിക ശേഷിയുള്ള കുടുംബം, ആ കുടുംബത്തിലെ രക്ഷിതാക്കൾ 2 പേരും നല്ല നിലവാരത്തിലുള്ള എഡ്യൂക്കേഷൻ നേടിയവരും അതനുസരിച്ചുള്ള പ്രൊഫഷനിലൂടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരുമാണ്. മക്കളും പ്രതിഭകളാണ്. PhD ഒക്കെ ഉള്ള ഡോക്ടർ പുരുഷോത്തം നായിഡു, അദ്ദേഹം ഗവൺമെന്റ് കോളേജിലെ വൈസ് പ്രിൻസിപ്പൾ ആണ്. കെമിസ്ട്രിയിലെ രസതന്ത്രത്തിലെ പ്രൊഫസർ കൂടിയാണ്. സയൻസിന്റെ കുറവില്ല. രസതന്ത്രത്തിലെ നമ്മൾ കാർബൺ, സോഡിയം, സൾഫർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ രസതന്ത്രത്തിലെ പ്രൊഫസറും ഗവൺമെന്റ് കോളേജിലെ വൈസ് പ്രിൻസിപ്പളും ആകുന്ന ഡോക്ടർ പുരുഷോത്തം നായിഡു, അദ്ദേഹത്തിന്റെ ഭാര്യ പത്മജ IIT കോച്ചിങ് സെന്ററിലെ മാത്സ് അധ്യാപികയാണ്. മാത്സിലെ കണക്ക് അധ്യാപികയാണ് ഭാര്യ എന്ന് പറയുന്നത്. അവർക്ക് 2 പെൺമക്കളാണുള്ളത്. സായി ദിവ്യ എന്ന് പറയുന്ന 23 വയസ്സുകാരി ബിരുദധാരിയാണ്. അതേപോലെ തന്നെ അലേഖ്യ എന്ന് പറയുന്ന 27 വയസ്സുള്ള ഭോപ്പാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റിൽ ജോലി ചെയ്യുകയും സിവിൽ സർവീസിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അലേഖ്യ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 2 മക്കളും പ്രതിഭകളും കൂടിയാണ്. എന്നാൽ എന്താ ഉണ്ടായത്? കോവിഡ് വന്നു. അങ്ങനെ ഹോസ്റ്റലിൽ നിന്നും പഠിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവരവരുടെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ 4 പേരും ആ വീട്ടിൽ ഒന്നിച്ചായി. 4 പേരും ഒന്നിച്ചായി അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ലോക്ക്ഡൌണും പ്രശ്നങ്ങളും കാര്യങ്ങളും, കോവിഡ് വരുത്തി വെക്കുന്ന നിയന്ത്രണങ്ങളും, അങ്ങനെയുള്ള ഒരു സാമൂഹികമായ പരിതസ്ഥിതിയൊക്കെ ഉണ്ടായി. അതിന്റെ പേരിൽ ചില പ്രയാസങ്ങളൊക്കെ കുടുംബത്തിലുണ്ടായി. രോഗം ബാധിച്ച സമയത്ത് അപ്പോഴാണ് ഒരു ദുർമന്ത്രവാദി അവിടേക്ക് വരുന്നതും അല്ലെങ്കിൽ വരുത്തുന്നതും. ഈ കാരണം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശാസ്ത്രബോധമുള്ള, വിദ്യാസമ്പന്നതയുള്ള, സാക്ഷരതയുള്ള, ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രക്ഷിതാക്കൾ ഒരു ജ്യോത്സ്യന്റെ, സിദ്ധന്റെ, ഒരു മന്ത്രവാദിയുടെ സഹായം തേടുകയാണ്. ആ മന്ത്രവാദി പറഞ്ഞു,
നിങ്ങളുടെ കുടുംബത്തിൽ ഈ പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം മക്കളുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ ബാധ കയറിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ആ ബാധയെ ഇറക്കണം എങ്കിലേ കുടുംബത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിൽ രക്ഷ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാം. അപ്പൊ അതിനെന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ പുനർജന്മ സാധ്യത ഉണ്ട്. മക്കളിലെ ബാധ ഇറങ്ങിപ്പോകും. അങ്ങനെ ഇരുമ്പ് കൊണ്ട് രണ്ട് മക്കളെയും തലക്കടിച്ച് കൊല്ലുകയാണ്. ആര്? ഈ അച്ഛനും അമ്മയും. അപ്പൊ കൊന്നു കഴിഞ്ഞു, പിന്നെ പുനർജീവനം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിച്ച് ഈ ദുർമന്ത്രവാദിയെ സമ്മർദ്ദത്തിലാക്കിയ സമയത്ത് ഇനി അദ്ദേഹത്തിന് രക്ഷയില്ല എന്ന് കണ്ടപ്പോ ഈ വിദ്യാസമ്പന്നരായ അധ്യാപക ദമ്പതികളോട് ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ കൂടി അവരുടെ കൂടെ ആത്മഹത്യ ചെയ്യണം. നാളെ പ്രഭാതത്തിൽ ഒരുമിച്ച് നിങ്ങൾക്ക് ഏവർക്കും പുനർജന്മം ഉണ്ടാകും. അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന്. അതിനിടക്ക് ഈ ഡോക്ടർ പുരുഷോത്തം നായിഡു എന്ന് പറയുന്ന മനുഷ്യൻ സുഹൃത്തിനെ വിളിച്ച് അറിയിച്ചു, ഇങ്ങനെ രണ്ട് മക്കളും മരിച്ചിട്ടുണ്ട് എന്ന്. ആ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുത്തു. അവർ ഈ ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോ ആത്മഹത്യക്കുള്ള ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ട് മക്കൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ദയനീയമായ രംഗം കാണുകയാണ്. പിന്നെയാണ് ആ കേസിന്റെ ചുരുളടി ഞാൻ ഈ പറയുന്ന സംഗതിയൊക്കെ അതിന്റെ റിപ്പോർട്ടിൽ നമുക്ക് വായിക്കാൻ സാധിച്ചത്. എന്താ കാരണം? മനുഷ്യന്റെ ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം ജീവൻ എടുക്കുന്ന, ജീവിതം തകർക്കുന്ന, കുടുംബത്തെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന, വേണ്ടപ്പെട്ടവരെ അതിനിഷ്ഠൂരമായി കൊലപാതകത്തിന് വിധേയമാക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നതിന് ഉദാഹരണമാണ്. അത് ഏതെങ്കിലും ആന്ധ്രയിലും ജാർഖണ്ഡിലും ബീഹാറിലും യുപിയിലും ചെന്ന് അവസാനിച്ച് നമ്മളൊക്കെ അഭിമാനിച്ച് ഞങ്ങൾ സാക്ഷര സമ്പന്ന കൈരളിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എല്ലാ മതവിഭാഗങ്ങളിലും ജാഗരണവും നവോത്ഥാന ചിന്തകൾ കൊണ്ട് സമ്പന്നമായ ചരിത്രമാണ് മലയാളികളായ ഞങ്ങൾക്കുള്ളത് എന്ന് നമ്മൾ പെരുമ്പറ മുഴക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ മുൻനിർത്തി തലകുനിക്കേണ്ട ഗതികേടിലേക്ക് മലയാളി സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഈ അടുത്ത് വായിച്ച റിപ്പോർട്ടുകളിൽ പാലക്കാട് നെന്മാറ നമ്മളിപ്പോ ഏറ്റവും കറണ്ടായിട്ട് പാലക്കാട് നെന്മാറയില് ചെന്താമര എന്ന് പറയുന്ന ഒരു മനുഷ്യനാണോ മൃഗമാണോ, അല്ലെങ്കിൽ ആ മനുഷ്യനെ മൃഗീയമായ സ്വഭാവത്തിലേക്ക്, പൈശാചികമായ സ്വഭാവത്തിലേക്ക് എത്തിച്ചത് ആരാണ്? സിദ്ധൻ. മനുഷ്യൻ എന്ന മലയാള പദത്തിന്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ എന്നാണ്. ആലോചിക്കണം, ചിന്ത കൊടുക്കണം, ബുദ്ധി കൊടുക്കണം, കോമൺ സെൻസ് ഉണ്ടാകണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അനുദായമകൾ ചെയ്യുന്നവനല്ല വിവേകിയായ ബുദ്ധിശാലിയായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. എന്നാൽ ചെന്താമര അന്ധവിശ്വാസത്തിന് വശംവദനായി വിധേയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ജ്യോത്സ്യൻ പറയുകയാണ്, നിങ്ങളുടെ അയൽവാസിയായിട്ടുള്ള സജിത എന്ന് പറയുന്ന പെണ്ണ്, അല്പം മുടി നീളം കൂടിയിട്ടുള്ള ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് ചെയ്ത കൂടോത്രത്തിന്റെ ഫലമായി കൊണ്ടാണ് നിങ്ങളുടെ കുടുംബം തകർന്നതും ഭാര്യ നിങ്ങളിൽ നിന്ന് തെറ്റിപ്പോയതുമെന്ന് ഈ ചെന്താമരയെ ജ്യോത്സ്യൻ ധരിപ്പിക്കുകയാണ്. അങ്ങനെ ചെന്താമരയുടെ മനസ്സിൽ വല്ലാത്ത ആദി കയറുകയാണ്, വിദ്വേഷം വരികയാണ്. എന്റെ കുടുംബം തകർത്ത് അവളങ്ങനെ മുടിയും നീട്ടി വളർത്തിയിട്ട് എനിക്കെതിരെ എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ അവരങ്ങനെ നിർഭയമായി സമാധാന സന്തോഷത്തോടെ കഴിയണ്ട എന്ന വല്ലാത്ത ഒരു ചിന്ത അവസാനം അവരുടെ ജീവൻ എടുക്കുന്നതിലേക്ക് എത്തിച്ചു. 2019 സജിതയെ കൊന്നുകൊണ്ട് ജയിലിൽ പോകാൻ 4 വർഷത്തിന് ശേഷം ജാമ്യം കിട്ടി തിരിച്ചു വരാൻ. എന്നിട്ട് ഇവർ താമസിക്കുന്ന, അഥവാ സജിതയും കുടുംബവും താമസിക്കുന്ന പഞ്ചായത്തിലേക്ക്, നാട്ടിലേക്ക് കടക്കരുത് എന്നാണ്. പോലീസും ഡിപ്പാർട്ട്മെന്റും അന്വേഷണ ഏജൻസികളും അതിൽ ഉദാസീനത കാണിച്ചു എന്ന് നമ്മൾ വായിച്ചതാണ്. ഇത്തരത്തിൽ ക്രിമിനൽ മെന്റാലിറ്റിയുള്ള ആളുകൾ പുറത്തിറങ്ങുന്ന സമയത്ത് എത്രമേൽ ജാഗ്രത അന്വേഷണ ഏജൻസികളും നിയമപാലകരും കാണിക്കേണ്ടതുണ്ട് എന്നതിലേക്ക് കൂടി അതീവ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുകയാണ് ഇത്തരം കേസുകളൊക്കെ. പോലീസ് താക്കീത് കിട്ടുന്ന, ഞാൻ നാട്ടിലേക്ക് പോകരുത്. അപ്പോൾ ഈ 2 കുട്ടികള് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ കൊല്ലപ്പെടുമോ എന്ന രൂപത്തിലൊക്കെ അവർ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ. ഏതായിരുന്നാലും ചെന്താമര മനസ്സിലുണ്ട്, എന്റെ ജീവിതം തകർത്തവർക്ക് ഇനി ജീവിതമില്ല എന്ന നിലക്ക് ഈ സജിതയുടെ ഭർത്താവിനെ, ഈ 2 മക്കളുടെ അച്ഛനെ കൊന്നു. ആ
ആ അച്ഛന്റെ മാതാവിനെ അഥവാ ഇവരുടെ ഈ രണ്ട് കുട്ടികളുടെ മുത്തശ്ശിയെയും വകവരുത്തി രണ്ടാളുകളെ കൊലപ്പെടുത്തി. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയവും അതിന്റെ ഇന്നലകൾ 2019 സജിത കൊല്ലപ്പെടാനുള്ള കാരണവും ഒക്കെ നമ്മളിലേക്ക് മീഡിയകൾ എത്തിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ പിന്നിൽ എന്താണ് കാരണം? കേരളക്കരയിൽ പല വിധത്തിലുള്ള കൊലപാതകങ്ങൾ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് എവിടെ എങ്ങനെ കൊല്ലപ്പെടും എന്ന നിലയ്ക്ക് എന്നതിൽ തന്നെ ആശങ്കയുള്ള അങ്ങേയറ്റത്തെ ജീർണിതമായ സാമൂഹിക സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരിൽ മനോവൈകൃതങ്ങൾ ഈ വിഷയകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ ശാസ്ത്ര വിശാരദന്മാർ, സൈക്കോളജിസ്റ്റുകൾ കേരളീയ സമൂഹത്തിന്റെ ടീനേജ് ആകട്ടെ, യൂത്ത് ആകട്ടെ, മുതിർന്നവരാകട്ടെ, മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന രൂപത്തിൽ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നതിലേക്ക് മനുഷ്യരെ ചിന്തിക്കുന്ന കാര്യകാരണങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ലഹരിയുണ്ട്, പ്രണയ കൊലകളുണ്ട്, സാമ്പത്തിക തട്ടിപ്പുകളുണ്ട്, ഇങ്ങനെ പലതിന്റെയും വൈരാഗ്യങ്ങളുണ്ട്. പലതിന്റെയും പേരിൽ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാമൂഹിക സുരക്ഷിതത്വം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രധാനമായ ഒരു കാരണമായി വിശ്വാസ ജീർണതകൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ അതിൽ പ്രഥമ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന റീസണായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പാലക്കാട് മാത്രമല്ല, കാസർഗോഡ്, വിയ്യന്നൂരൊക്കെ കഴിഞ്ഞ് കാലങ്ങാട് കഴിഞ്ഞ് കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ റമദാനിൽ അവിടെ നമ്മൾ വായിച്ച വാർത്ത എന്താണ്? ഗഫൂറാജി എന്ന് പറയുന്ന പ്രവാസി വ്യവസായി, അദ്ദേഹത്തിന് ഒരു കുറവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് നൽകി, അനുഗ്രഹം നൽകി. ആ അനുഗ്രഹത്തിലൂടെ ഇനിയും അനുഗ്രഹം വർദ്ധിപ്പിക്കുവാനും സമ്പത്ത് നേടിയെടുക്കാനും അദ്ദേഹത്തിന് പടച്ചറപ്പ് നൽകിയിട്ടുള്ള നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തി കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അതേ അവസരത്തിൽ അഭൗതികമായ അദൃശ്യമായ ആഗ്രഹ സഫലീകരണത്തിന്റെ അടുത്ത മേഖലകൾ അല്ലാഹുവിനോട് യാചിച്ച് ചോദിച്ച് വാങ്ങി വിജയിക്കാവുന്നതാണ്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജിന്നിറക്കുന്ന കയറ്റുന്ന കേന്ദ്രത്തിലേക്ക്, ഷെമീന എന്ന് പറയുന്ന ജിന്നുമയിലേക്ക്, ആരാണ് 25-ാമത്തെ വയസ്സിൽ ഹണി ട്രാപ്പിലൂടെ പാവപ്പെട്ട പല മനുഷ്യരിൽ നിന്ന് ലക്ഷങ്ങൾ കവർന്നെടുത്ത ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്. അവരുടെ പർദ്ദക്കുള്ളിൽ നിന്ന് ആ വികൃത മുഖം പുറത്തു വന്നത് ഗഫൂറാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസുകൾ പുറത്തു വന്നപ്പോഴാണ്. ഗഫൂറാജി വഴിവിട്ട മാർഗത്തിലേക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെല്ലുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ടതിന് പകരം അദൃശ്യമായ അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് ഷമീന എന്ന് പറയുന്ന ജിന്നുമ്മ തന്റെ ആഗ്രഹം സഫലീകരിക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും സ്വർണം ഇരട്ടിപ്പിക്കുവാനുമുള്ള ചില കഴിവുണ്ട് എന്ന് വിചാരിക്കുകയാണ്. പൗരോഹിത്യം, അങ്ങനെ ചില കഴിവുകളൊക്കെ ഈ ജിന്ന് കയറുന്നതിലേക്കും ഇറക്കുന്നതിലേക്കും ഒക്കെ ചാർത്തി കൊടുക്കുന്നുമുണ്ട്. പാവപ്പെട്ട മനുഷ്യരാണ് അതിന്റെ ഇരകളായി തീരുന്നത്. വലിയ ദൗത്യമാണ് നവോത്ഥാന സംരംഭങ്ങൾക്ക് ഈ വിഷയകമായി നിർവഹിക്കാറുള്ളത്. ഇനിയും മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ കൂടോത്രങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ജിന്ന സേവകളിലേക്കും ആവിചാരങ്ങളിലേക്കും ചെന്ന് പതിച്ച് സമ്പത്തും സന്മാർഗവും ചാരിത്രവും ജീവനും ജീവിതവും കുടുംബവും എല്ലാം തകർത്ത് നിസ്സഹായരായി ഈ ലോകം വിട്ട അവരുടെ ബാക്കി കുടുംബ ബന്ധുക്കൾ അങ്ങേയറ്റത്തെ നിരാശയിലൂടെ നിർജീവരായി ജീവിച്ച് മുന്നോട്ട് പോകാതിരിക്കണമെങ്കിൽ അന്ധവിശ്വാസ പ്രചാരണങ്ങൾക്കെതിരെ പ്രതിരോധങ്ങൾ ശക്തമാക്കി തീർക്കണം. അപ്പൊ ഇവിടെ ഷമീന എന്ന് പറയുന്ന ജിന്നുമ പറയുക, കർണാടകയിലെ 13 വയസ്സുള്ള പാത്തുട്ടി എന്ന് പറയുന്ന കുട്ടിയുടെ ജിന്നന്റെ ശരീരത്തിൽ കയറിയതാണ്. നിങ്ങൾക്കൊരു ഓഫർ നൽകിയിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുവന്ന് നൽകുന്ന സ്വർണത്തിന്റെ ഇരട്ടി ആ ഓഫർ. ഇത് ഓഫറിന്റെ കാലമാണ്. റമദാനൊക്കെ വരാണ് ഓഫറായി. എല്ലാവരും പത്താറയിലും ഹൈപ്പർ മാർക്കറ്റിലും ഇലക്ട്രോണിക്സ് ഒക്കെ എന്നും കുഴപ്പമില്ല, ഓഫറൊക്കെ എടുത്തോളി. ഇതിന് വലിയ കുഴപ്പമില്ല, സാധ്യത ഉണ്ടെങ്കിൽ, വലിയ നഷ്ടമില്ലെങ്കിൽ. തക്കാളിക്ക് 5 രൂപ 1 കിലോ, പക്ഷെ 10 രൂപേന്റെ പെട്രോൾ ചെലവാക്കിയിട്ട് 5 രൂപേന്റെ തക്കാളി വാങ്ങാൻ പോയത്. അങ്ങനെയുള്ള ഓഫറുകൾ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതല്ല, വിവേകത്തോട് കൂടിയിട്ട് ഏത് വിഷയത്തിലായാലും കുറച്ച് കോമൺ സെൻസ് ബുദ്ധിയൊക്കെ ഉപയോഗിക്കണം. അപ്പോ ഇവിടെ ഷമീന ഓഫർ കൊടുത്തു. പക്ഷെ ആ ഓഫർ എന്താ? ഈ ജാതി ഓഫർ തരുന്ന ജിന്നുമ്മമാരുണ്ടാകും, ജിന്നുപ്പന്മാരുണ്ടാകും. തങ്ങളും ബീവിയും ജോത്സ്യനും സിദ്ധന്മാരും കണക്ക് നോട്ടക്കാരും കബഡി നിരത്തുന്നവരുണ്ടാകും. നിങ്ങളുടെ കച്ചവടം മെച്ചപ്പെടാൻ, കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമായി തീരാൻ, മക്കളുടെ വിവാഹം നടക്കാൻ, വിസ ശരിയാകാൻ,
മറ്റു പല ജീവിത ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ, റിസൾട്ട് കിട്ടി അസുഖം തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ അസുഖത്തിന് അതിൻ്റെതായിട്ടുള്ള ഫലപ്രദമായ ചികിത്സ തേടുക, എന്നിട്ട് പ്രാർത്ഥനയാകുന്ന മന്ത്രമാകുന്ന പ്രാർത്ഥനകൾ ദിക്റുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തുക, എന്നിട്ട് റബ്ബിൽ നിന്ന് ശമനം തേടുക എന്നതിൽ ഉപരിയായിക്കൊണ്ട് ഏതെങ്കിലും കുതന്ത്രശാലികൾ അവരുടെ ചൂഷണങ്ങളിലൂടെ നിങ്ങളെ വരുതിയിൽ വരുത്തി നിങ്ങളുടെ സമ്പത്തും സന്മാർഗവും സമയവും ജീവനും ജീവിതവും പോക്കറ്റ് അടിക്കുന്നതിനെ കരുതേണ്ടതുണ്ട്. അത് കവർന്നു കളയും. നമ്മുടെ പോക്കറ്റിലെ പണം എങ്ങനെ അവരുടെ ഭണ്ഡാരത്തിലേക്ക്, എങ്ങനെ അവരുടെ കേന്ദ്രങ്ങളിലേക്ക്, നർച്ചപ്പൊട്ടികളിലേക്ക്, അതേപോലെ തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക്, ഇപ്പൊ പണ്ടൊക്കെ വേറിട്ട് പൊട്ടികളിലേക്ക്, ഇപ്പൊ ഗൂഗിൾ പേ ചെയ്യിക്കാനാണ് പറഞ്ഞത്. നൂറെ ഹബീബും അതല്ലാത്ത ഹബീബും അതേപോലെയുള്ള എല്ലാ കേന്ദ്രങ്ങളും ഇപ്പൊ ജിപേ, പേടിഎം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ധവിശ്വാസ ആത്മീയ ചൂഷണങ്ങളുടെ ഓൺലൈൻ വേഴ്സനുകളൊക്കെ വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കണം. ഷമീന പ്രവാസി വ്യവസായിയായ സഹോദരൻ കൊടുത്ത ഓഫർ നിങ്ങൾ കൊണ്ടുവരുന്ന സ്വർണത്തിന്റെ ഇരട്ടി കുടുംബക്കാരൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. അവസാനം 560-590 പവനാണ് കൊടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് കൊടുത്തതുമില്ല, വാങ്ങിയതുമില്ല എന്നുള്ള നിലക്ക് എത്തിയപ്പോ ഇരട്ടിയൊന്നും വേണ്ട, ഉള്ളതിന്റെ തന്നാ മതിയെന്ന്. അല്ലത് ഞാൻ എന്താണ് നൽകിയത് അതിന്റെ തിരിച്ചു തന്നാ മതി എന്ന് ചോദിച്ചപ്പോ ഇന്ന ദിവസം വരാൻ പറഞ്ഞു. റമദാൻ മാസം, കഴിഞ്ഞ വർഷത്തെ റമദാൻ മാസത്തിൽ ഷമീന ഭർത്താവ് 2 സഹോദരിമാർ എല്ലാവരും ശട്ടം കെട്ടിയിട്ട് ആസൂത്രണം നടത്തുക. എന്നിട്ട് റൂമിൽ ഇരിക്കാൻ പറയാം, പ്രത്യേക ആവിചാരക്രിയകളൊക്കെ ചെയ്യാൻ, തല മൂടുക, നിശബ്ദരായി ധ്യാനത്തിൽ ഇരിക്കണം എന്ന് പറയും. എല്ലാ കേന്ദ്രങ്ങളും ഇങ്ങനെ, അത് ഏത് മതവിഭാഗത്തിന്റെ തട്ടിപ്പ് കേന്ദ്രങ്ങളായിരുന്നാലും ഈ രൂപത്തിലുള്ള പല ചേഷ്ടകളും ഹാവഭാവാദികളും ഒക്കെ അവരങ്ങനെ ഉന്നയിക്കും, ഉയർത്തി കാണിക്കും, പലതും പറയും. അങ്ങനെ ആത്മീയതയുടെ ആധ്യാത്മികതയുടെ ധന്യ മുഹൂർത്തങ്ങളൊക്കെ നൽകിയിട്ട് അതിൽ അഭിരമിച്ച് അന്തം കൊട്ടി ഇരിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ജീവിതം അവസാനം ഔട്ടാകാനിരിക്കുകയാണ് എന്നുള്ളത്. വിക്കറ്റ് തെറിക്കാൻ പോവാണ്. പക്ഷെ ഈ സാധ്യത മനസ്സിലാവണ്ടേ? ചുമരിൽ ശക്തിയായിട്ട് തലയിടിപ്പിച്ച് എന്നിട്ട് ഈ സഹോദരൻ കൊന്നു കളയാണ്. 1.5 വർഷത്തോളം കേസ് ഒന്നും എവിടെ എത്തിയില്ല. കാരണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, മത്സംഘടനയുടെ നേതാക്കന്മാരൊക്കെ അവിടെ ചെന്ന് വിസിറ്റ് നൽകി അതിന്റെ പ്രൊമോഷൻ നടത്തിയിട്ടുണ്ട്. ഈ ജാതി കേന്ദ്രങ്ങളിലേക്കൊക്കെ സാധാരണക്കാരായ ആളുകൾ പോകാനുള്ള കാരണങ്ങളിൽ ഒന്നെന്താ? ആ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പൗരോഹിത്യം, ഉസ്താദുമാര് അവരൊക്കെ ഇതിനെന്ത് ചെയ്യും? പ്രൊമോഷൻ കൊടുക്കും, പരസ്യം കൊടുക്കും, അവരൊക്കെ കയറി ഇറങ്ങും. ഗാന്ധി ഉസ്താദൊക്കെ അവിടെ കയറി ഇറങ്ങിയത് പിന്നെ നമ്മൾ വാർത്തയിൽ വായിച്ചാൽ സാധാരണ അനുയായികൾക്ക് ഈ ഷമീന ചിഹ്നമ ചിലറക്കാനുള്ള ഉസ്താദ് വരെ വന്ന് വിസിറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തൊക്കെയോ ചിലത് ഉണ്ട് എന്ന് ധരിച്ച് വശായി അവിടേക്ക് ചെയ്യാം. പിന്നെ അതിന്റെ കേസുകൾ പുറത്തു വരാത്തതിന്റെ കാരണം അവൾക്കെതിരെ കളിക്കേണ്ട ആധാരം അവൾ ജിന്ന് സേവിക്കുന്നവളാണ്, ജിന്ന് കയറ്റി ഇറക്കുന്നവളാണ്, ആഭിചാരം ചെയ്യുന്നവളാണ്, കൂടോത്രം ചെയ്യുന്നവളാണ്. അവളേറ്റ് കളിക്കാമെന്ന് കഴിഞ്ഞാൽ കോട് കിട്ടും. ഇപ്പോ ഗഫൂറാജിക്ക് ഏതായാലും പോയി, വെറുതെ ഞാൻ ആവശ്യമില്ലാത്തതിന് തലയിട്ടിട്ട് അതും ഇതും വരുത്തി വെക്കണ്ട, തവക്കുലില്ലാത്ത, ദീനീബോധമില്ലാത്ത, ഖൈറും ശർറും പടച്ച റബ്ബിന്റെ സമിതത്തിൽ നിന്നാണ് എന്ന ബോധത്തിൽ അടിയുറച്ചു നിന്ന് ആ അന്ധവിശ്വാസ കേന്ദ്രത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ട ആളുകൾ നിസ്സഹായരായി പേടിച്ചു പറച്ചു നിന്നു. 5000-ത്തിലധികം തകിടുകൾ, വേലസുകളാണ് പോലീസ് പിന്നെ അന്വേഷണത്തിലെ ആ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് എന്ന് പറയാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ കുടുംബവും ദാമ്പത്യവും സമൂഹവും സമ്പത്തും ജീവിതവും നോർമൽ ലൈഫും എല്ലാം തകർത്ത് തരിപ്പണമാക്കി അരങ്ങുമാണ് കൊണ്ടിരിക്കുകയാണ് ഈ ജാതി ചൂഷണങ്ങളും ചൂഷകന്മാരും അവരുടെ കേന്ദ്രങ്ങളൊക്കെ. ഈ അടുത്ത് 3 മാസം മുമ്പ് വയനാട് വൈത്തിരിയിലെ ഒരു കൊലപാതകം നടന്നു. ഒരു ആക്സിഡന്റ് ആണ് എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ മനസ്സിലായി അത് ആക്സിഡന്റ് അല്ല എന്ന്. ആരെയാ കൊന്നത്? നവാസിനെ കൊന്നു. സുമിൽ ഷാദി എന്ന് പറയുന്ന 2 മുസ്ലിങ്ങളാണ്. ഈ സുമിൽ ഷാദി ഹോട്ടൽ നടത്തുക. അവരെ എന്തൊക്കെയോ ചില വൈരാഗ്യങ്ങൾ ഉണ്ടായി. അപ്പൊ ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് പെട്ട കച്ചവടം ഞാൻ തകർക്കും. അത് തകർക്കാൻ വേണ്ടിയിട്ട് ഈ നവാസി എന്ന് പറയുന്ന മനുഷ്യൻ സുമിൽ ഷാദ് നടത്തുന്ന ഹോട്ടലിന്റെ മുമ്പിൽ ആ വിചാരം നടത്തി അവിടെ കൊണ്ടുപോയിട്ടു. വാഴയിലയില് കോഴിത്തലയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പൂക്കളും കൊണ്ടുപോയിട്ട് സുമിൽ ഷാദിന്റെ ഹോട്ടലിന്റെ മുമ്പിലിട്ടു. അപ്പൊ സുമിൽ ഷാദിനെ സംഗതി കാണുമ്പോഴാണ് ബേജാറാണ്. കൂടോത്രം കാര്യങ്ങളൊക്കെ ദുർബല വിശ്വാസികൾക്ക് തോന്നലുണ്ടാക്കാൻ കഴിയും. ദുർബല
വിശ്വാസികൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ കാര്യകാല ബന്ധങ്ങൾക്കുള്ളിൽ കാണാതെ ഒരു ചുക്കുണ്ടാക്കില്ല. എന്നാൽ ഇത് കണ്ട് കോഴിത്തല കാണണം, മഞ്ഞൾപ്പൊടി കാണുന്നത് സാധാരണ കോഴിത്തലല്ല. ഞാനിവിടെ ചിക്കൻ ഷോപ്പ് നടത്തുന്നില്ല, ഇവിടെ കോഴിത്തല വരാൻ പാടില്ല എന്നുള്ളത് സുരക്ഷാദിനാണ്. അപ്പൊ ഇതെങ്ങനെ പുറത്തു വന്നത്? അടുക്കളയിലാണെങ്കിൽ കുഴപ്പമില്ല, കൂടെ പോകുന്നതൊക്കെ CCTV നോക്കി. CCTV നോക്കിയ സമയത്ത് നവാസ് കൊണ്ടുവന്നിരുന്ന രംഗം കണ്ടു. പിന്നെ ധാർ എന്ന് പറയുന്ന ജീപ്പ്, പിന്നെ നവാസ് ഓട്ടോറിക്ഷയ്ക്ക് വരുന്നു. ആക്സിഡന്റിന് ഒരു സാധ്യത, ഒരു തിരക്കില്ലാത്ത റോഡിൽ വെച്ച് ബോധപൂർവം ഈ ജീപ്പ് ഓട്ടോറിക്ഷയിൽ ഇടിപ്പിച്ച് നവാസിനെ കൊലപ്പെടുത്തുകയാണ്. അതിന്റെ കാരണം പോലീസ് റിപ്പോർട്ടിൽ ആഭിചാരം ചെയ്തതിന്റെ പേരിൽ അതിന്റെ വൈരാഗ്യം, എന്നെ തകർക്കാൻ ശ്രമിച്ച അവരെ ഞാൻ തകർത്ത് കളഞ്ഞു. ഈ നവാസ് ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ കൊണ്ടുപോയി എന്റെ ഹോട്ടലിന്റെ മുമ്പിലിട്ട കോഴിത്തല, അതേപോലെ തന്നെ ആ പൂക്കള് എന്റെ ഹോട്ടലിലെ കച്ചവടം ഇല്ലാതാക്കാൻ മറഞ്ഞ വഴിയിലൂടെ അഭൗതികമായി അദൃശ്യമായി കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി അതിനൊരു ഇൻഫ്ലുവൻസും ഒരു ഇമ്പാക്റ്റും ഇല്ല എന്ന ബോധം നമസ്കരിക്കുന്ന അതല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ സുബിൽസാദിന്റെ അവന്റെ മനസ്സിൽ ആ ചിന്ത ഉണ്ടായിരുന്നു എങ്കിൽ അവിടെ കൊല നടക്കുമായിരുന്നില്ല. വിശ്വാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നഷ്ടങ്ങൾ ഇത്രത്തോളമാണ്. അതുപോലെ പേടിക്കുക, ബേജാറാണ്. ഇതിന്റെ ഏതാനും ചിഹ്നങ്ങൾ കാണുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ വല്ല കോഴിത്തലയോ കോഴിമുട്ടയോ ഡിസൈൻ ചെയ്ത കോഴിമുട്ടകൾ കാണും. അത് ഹൈന്ദവ ചൂഷകന്മാരെ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അവര് സംസ്കൃത പദങ്ങളൊക്കെ എഴുതിയിട്ട് ആ ടൈറ്റിൽ കൊടുക്കും. ഉസ്താദുമാരടുത്തും തങ്ങന്മാരടുത്തും ബീവിമാരടുത്തൊക്കെ ചെല്ലുന്ന സമയത്ത് അറബി അക്ഷരം വെച്ചിട്ട് എഴുതി കൊടുക്കും. എന്നിട്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടാളാ എന്ന് പറയും. അപ്പൊ അത് ആ സ്ഥലത്ത് പിന്നെ നമ്മൾ വീടെടുക്കാൻ പോകുകയാണെങ്കിൽ അവിടെ തറ കീറുമ്പോ ഈ വക തകിടോ കോഴിമുട്ടയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബേജാറാണ്, പിന്നെ ടെൻഷനാണ്. എന്താ ഒരു കോഴിമുട്ടക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുക? ഒരു കരിക്കിന് ചെയ്യാൻ കഴിയുക? ഒരു തകിടിന് എന്താ ചെയ്യാൻ കഴിയുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വസ്തുവകകൾക്ക് ഈ ഭൂമിയിൽ എന്തൊരു റോളാണോ കൊടുത്തിട്ടുള്ളത് എങ്കിൽ ആ റോളെ അവർക്ക് നിർവഹിക്കാൻ കഴിയുള്ളൂ. അതിലുപരിയായിക്കൊണ്ട് നിർവഹിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ അത് അവിവേകാണ്, അത് വിഡ്ഢിത്താണ്. അത് നമ്മെ അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും അതുവഴി ശിർക്കിലേക്കും ഒക്കെ എത്തിക്കുന്നതാണ്. കോഴിമുട്ട ഭക്ഷണമായിട്ട് ഉപയോഗിക്കുക, കരിക്ക് ഇളനീര് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഞാൻ ഇളനീര് കുടിച്ചു വന്നപ്പോ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കരിക്ക് പിന്നെ അതിൽ കുറച്ചും കൂടി വലുപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് തേങ്ങയാക്കാം, പിന്നെ കറിക്ക് ഉപയോഗിക്കാം, ഭക്ഷണത്തിന് ഉപയോഗിക്കാം. അത് ഏതെങ്കിലും വിദ്വാൻ ആ കരിക്കിലോ ഇളനീരിലോ തേങ്ങയിലോ ഒരു 10 ആണി തറച്ചുകൊണ്ട് നമ്മുടെ വീട് വർക്ക് നടക്കുന്ന സൈറ്റിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഒന്ന് ഡിസൈൻ ചെയ്ത് 4 പൂക്കൾ കൂടി ഇട്ടാൽ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുക? എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ രാവിലെ തന്നെ കച്ചവടത്തിന് വേണ്ടിയിട്ട് കട തുറക്കാൻ വേണ്ടിയിട്ട് തളിപ്പറമ്പ് ടൗണിലേക്ക് നിങ്ങളുടെ കച്ചവട സ്ഥലത്തേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് അവിടെ ഇതേപോലെയുള്ള ഏതാനും ചില ചിഹ്നങ്ങളോ കാര്യങ്ങളോ വസ്തുക്കളോ കണ്ടു കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ മനസ്സിൽ തോന്നുക അല്ലെങ്കിൽ തോന്നേണ്ടത്? എന്താ? ഇത്തരത്തിലുള്ള അഥവ ചിന്തകളിൽ നിന്ന് മനുഷ്യൻ മനസ്സിലാക്കേണ്ട സംഗതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. നമ്മൾ നമസ്കാരത്തിന് ശേഷം അത് ചൊല്ലുക. എന്തെങ്കിലും കണ്ടാ ബേജാറാകണോ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുമ്മ അല്ലാഹുവേ ലാ മാനിഅ ലിമാ അഅതൈത, ലാ മാനിഅ തടയുന്നവനില്ല, ലിമാ അഅതൈത നീ നൽകിയ ഒന്നിനെ, വലാ മുഅതിയ ലിമാ മനഅത നീ നൽകുന്ന ഒന്നിനെ തടയാനും ഒരുത്തനുമില്ല. വലാ മുഅതിയ നൽകുന്നവനില്ല, ലിമാ മനഅത നീ തടഞ്ഞ ഒന്നിനെ. അല്ലാഹ് നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ സന്താനായിരുന്നാലും സമ്പത്തായിരുന്നാലും കച്ചവടത്തിലെ ലാഭമായിരുന്നാലും വീട് പണി പൂർത്തീകരിക്കലായിരുന്നാലും ഓരോന്നും നമ്മുടെ ലൈഫിൽ അല്ലാഹ് വിധിച്ചത് ആ സമയത്ത് നമുക്ക് കിട്ടും. അത് കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുക, യാചിക്കുക എന്നതല്ലാതെ അത് നൽകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ആളുകൾക്ക് ഏജൻസി കൊടുത്തിട്ടില്ല. അതൊക്കെ കച്ചവടത്തിലാണ്. ഇന്ന ടെക്സ്റ്റൈൽസ് ഇന്ന ഏജൻസി, ഇന്ന സംരംഭത്തിന് ഇന്ന ഏജൻസി. ആ ഏജൻസി ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ ബിസിനസ്സിൽ കച്ചവടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെ വീതം വെച്ച് നൽകാൻ വേണ്ടിയിട്ട് ഇന്ന സിദ്ധൻ, അതേപോലെ ഇന്ന ജ്യോത്സ്യൻ, ഇന്ന ബീവി, ഇന്ന തങ്ങൾ, ഇന്ന ജാറങ്ങൾ, ഇന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും, ലഭിക്കും എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഏജൻസി നൽകിയിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ദീനിന്റെ ഭാഗമായി
കൃത്യമായി നമസ്കാരത്തിന് ശേഷം ചൊല്ലാൻ പഠിപ്പിച്ച ദിക്റിലൂടെ അറിയിക്കുകയാണ്. പ്രവാചകന്റെ ഹദീസിൽ ആരെങ്കിലും നിങ്ങളിൽ മൻ അതാ അറാഫ് ഔ കാഹിനൻ, ജ്യോത്സ്യന്റെ അടുത്ത് സിദ്ധന്റെ അടുത്ത് നിങ്ങൾ ചെല്ലുക. അങ്ങനെ ജ്യോത്സ്യന്റെയും സിദ്ധന്റെയും അടുത്ത് ചെന്നുകൊണ്ട് എന്താണോ ഈ ജ്യോത്സ്യനും സിദ്ധനും നിങ്ങളോട് പറഞ്ഞത് എങ്കിൽ അത് നിങ്ങൾ ആ ജ്യോത്സ്യൻ ഭാവി പ്രവചിക്കുന്ന ആളെ കൈകൊണ്ടക്കാരനൊക്കെ പറയും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അവതരിപ്പിക്കപ്പെട്ടതിൽ നിങ്ങൾ നിഷേധം കാണിച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ നിഷേധം കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. അപ്പൊ ആ വിശുദ്ധ ഖുർആനിൽ ഏതിനോടൊക്കെയാണ് നമ്മൾ നിഷേധം കാണിക്കുന്നത്? വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 51-ാമത്തെ ആയത്തിൽ ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ നബിയെ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ലൻ യുസീബനാ ഞങ്ങളെ ബാധിക്കുകയില്ല, ഞങ്ങളിൽ സംഭവിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ, ഹുവ മൗലാനാ അവനാണ് ഞങ്ങളുടെ യജമാനൻ, അല്ലാഹുവാണ് നമ്മുടെ യജമാനൻ. ആ ഓർമ്മ നമുക്ക് ഉണ്ടാകണം. അല്ലേ? ഏതെങ്കിലും കേന്ദ്രത്തിൽ മരിച്ചു പിരിയുന്നവരല്ല, തട്ടിപ്പ് നടത്തുന്നവരല്ല, ചൂഷണം നടത്തുന്നവരല്ല, ലൈംഗിക അരാജകത്വം നടത്തുന്നവരല്ല, സ്ത്രീകളെ വഞ്ചിക്കുന്നവരല്ല, സമ്പത്ത് അപഹരിക്കുന്നവരല്ല, മറവിയില്ലാത്ത മരണമില്ലാത്ത മയക്കമില്ലാത്ത പടച്ച റബ്ബിലാണ് നമ്മൾ വിശ്വസിച്ചത്. അവനാണ് നമ്മുടെ മൗല. പൂജാമുറിയിലോ ചില്ലിന്റെ കൂട്ടിലോ ബന്ധിതനല്ലല്ലോ എന്റെ ദൈവം, ബന്ധിതനല്ലല്ലോ എന്റെ ദൈവം. വാനവും ഭൂമിയും പ്രവിശാലമായൊരു സാമ്രാജ്യ സാരഥി എന്റെ ദൈവം, സാമ്രാജ്യ സാരഥി എന്റെ ദൈവം. ആരാ നമ്മുടെ ദൈവം? ആരാ നമ്മുടെ റബ്ബ്? പൂജാമുറിയിലോ ചില്ലിന്റെ കൂട്ടിലോ ഏതെങ്കിലും ജാലങ്ങളിലോ മക്ബറകളിലോ കേന്ദ്രങ്ങളിലോ ചൂഷണ തട്ടിപ്പ് വ്യവസായ മേഖലകളിലോ അടക്കം ചെയ്യപ്പെട്ട ആൾ ദൈവങ്ങളല്ല, പുരോഹിതന്മാരല്ല, കല്ലല്ല, വിഗ്രഹമല്ല, ചിത്രങ്ങളല്ല, മറിച്ച് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അജയ്യനായ സൃഷ്ടാവിലാണ് നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്. ആ വിശ്വാസത്തിലൂടെ വിശ്വസിച്ച വിശ്വാസി പറയാ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പടച്ച റബ്ബാണ് നമ്മെ കരയിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും, അല്ലാഹുവാണ് നമ്മെ ധനികനാക്കുന്നതും ദരിദ്രനാക്കുന്നതും, അല്ലാഹുവാണ് നമുക്ക് സുഖം നൽകുന്നതും ദുഃഖം നൽകുന്നതും, അല്ലാഹുവാണ് നമുക്ക് പരീക്ഷണം നൽകുന്നതും നിഅമത്ത് നൽകുന്നതും. ഈ ബോധം നമുക്ക് ഉണ്ടാകണം. ഹുവ മൗലാനാ, അല്ലാഹുവാണ് ഞങ്ങളുടെ യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ പടച്ച റബ്ബിൽ വരമേൽപ്പിച്ചു കൊള്ളട്ടെ. വിശ്വാസികളാണ് എങ്കിൽ ആ റബ്ബിൽ വരമേൽപ്പിക്കുക. ഒരു ഏനസിലും വേണ്ട, ഒരു തഗ്ഗിലും വേണ്ട, ഒരു കൂടോത്രത്തിലും വേണ്ട. പ്രവാചകൻ ഇന്ന റുഖാ വത്തമായിമ വത്തിവരത ശിർക്ക്, ഇന്ന റുഖാ ശിർക്ക് കലർന്ന മന്ത്രങ്ങളെ, വത്തമായിമ ഏനസുകൾ ചരടുകൾ, ചില ആളുകൾ ചരട് ബന്ധിപ്പിക്കുക, ഏനസ് ബന്ധിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആരെങ്കിലും ഒക്കെ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ഏനസ് എന്നെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഈ ഏനസ് എന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും. അങ്ങനെയുള്ള ധനലക്ഷ്മി യന്ത്രങ്ങൾ, ഹൈക്കല്ലു സിഹാമുകൾ, ധനാകർഷണ യന്ത്രങ്ങളൊക്കെ കച്ചവട സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഏതെങ്കിലും ജാലങ്ങളിൽ നിന്ന് കിട്ടിയത്, ഏതെങ്കിലും ആളുകൾ വിൽക്കുന്നത്, എന്നിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് വിചാരിക്കുകയാണ് ഇനി പ്രതിദിനം എന്റെ കച്ചവടം വർദ്ധിക്കും. ഇത് വിൽക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? 1000 രൂപക്കും 2000 രൂപക്കും ഒക്കെ പോലീശ പറഞ്ഞ് ഈ ധനലക്ഷ്മി യന്ത്രങ്ങളും ഹൈക്കല്ലു സിഹാമുകളും ഒക്കെ വിൽക്കുന്നവർ രാവിലെ ഇറങ്ങിയത് കച്ചവടം നടത്തുമ്പോ 5-10 ആളുകൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1-2 ആളുകൾ ഇത് വാങ്ങിയാൽ അവർക്ക് അവരുടെ വീട് പണി പൂർത്തിയാക്കാൻ, അവരുടെ മക്കൾക്ക് വേണ്ട ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളുമായി തിരിച്ചു വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ ഈ വഴിക്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും വിഡ്ഢികളായ അവിവേകികളായ ആളുകളെ പറ്റിച്ച് കൈവശപ്പെടുത്തിയിട്ടുള്ള ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് വേണം ഭാര്യയുടെ ചികിത്സ തുടരാൻ. എന്നിട്ട് വേണം 4 കിലോ അരിയും 2 കിലോ പഞ്ചസാരയൊക്കെ ഇട്ട് സാധനങ്ങളായിട്ട് വീട്ടിലേക്ക് പോകാൻ. അതല്ലാതെ 50-100 ഏലസുകളും ധനലക്ഷ്മി യന്ത്രങ്ങളും ഒക്കെയുള്ള ആളുകൾ ഒന്നിന്റെ പവർ ഒരു മാസം 1 ലക്ഷം ഉണ്ടാക്കി തരുമെങ്കിൽ ഒരു ഹൈക്കല്ലു സിഹാം കച്ചവട സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ
അതിലൂടെ പ്രതിദിനം 5000, 10,000, 20,000 രൂപയുടെ ലാഭം ഉണ്ടാകുമെങ്കിൽ ഇത് കൊണ്ടു നടക്കുന്ന ആളുകളുടെ ലാഭം എത്രയായിരിക്കും? അവരുടെ ജീവിത സാഫല്യ ആഗ്രഹ സഫലീകരണ സാധ്യതകൾ എത്രത്തോളം ഉണ്ടായിരിക്കും? സാധ്യമല്ല. വെറുതെ പറയാം. അന്ധവിശ്വാസങ്ങൾ, ചൂഷണങ്ങളാണ്. അതാണ് മനുഷ്യൻ കോമൺ സെൻസ് ബുദ്ധി പ്രയോഗിച്ചാൽ തന്നെ ഏറെക്കുറെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറഞ്ഞത്. ഇപ്പൊ കാന്തപുരം വ്യക്തിപരമായ ഒന്നുമില്ല. ആദം സന്തതികൾ അള്ള ആദരിച്ചിട്ടുണ്ട്. അള്ള ആദരിച്ച ആദം സന്തതികൾ ആരാകട്ടെ, എവിടെയാകട്ടെ, ഏത് പ്രസ്ഥാന സംഘടനാ പ്രവർത്തകനാകട്ടെ, ഏത് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യരൊക്കെ ആദം സന്തതികളാണ്. അതുകൊണ്ട് ഇസ്ലാമിക മൂല്യവും ഇസ്ലാമിക ആയത്തുകളുടെ ആത്മാവും അനുസരിച്ച് ആദം സന്തതികൾ അള്ള ആദരിച്ചിട്ടുണ്ട്. നമ്മൾ ആദരിക്കും, റെസ്പെക്ട് ചെയ്യും. പക്ഷേ കൊണ്ടുവരുന്ന വികലമായ കാര്യങ്ങളെ, ചൂഷണങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അത് മനുഷ്യ നന്മക്ക് വേണ്ടി പറയാം. പ്രവാചകന്റെ മുടിമുക്കിയ വെള്ളം കൊണ്ടുവന്നു, എന്നിട്ട് ആളുകളെ വെയിലത്ത് ക്യൂ നിർത്തിയിട്ട് 250 മില്ലി, 500 മില്ലി, 500, 1000 മില്ലി, 2000 രൂപയ്ക്ക് കൊടുത്തു. പിറ്റത്തെ വർഷം പ്രവാചകന്റെ മദീനയിലെ ഖബറിന്റെ ഭാഗത്ത് പറ്റിപ്പിടിച്ചിട്ടുള്ള പൊടിയടക്കം വടിച്ചെടുത്ത് അതുകൂടി കലർത്തിയിട്ടുള്ള വെള്ളമാണ് കൊടുക്കുന്നത് എന്ന ഓഫർ കൊടുത്തു. അപ്പൊ ആളുകൾ വീണ്ടും തിങ്ങി നിറഞ്ഞു അല്ലേ. എന്നിട്ട് ഇത് വാങ്ങുക രോഗശമനത്തിന് വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ. അതേ കാന്തപുരത്തിന് അസുഖം വന്നപ്പോ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലാണ് ചികിത്സക്ക് പോയത്. നമ്മൾ ആരും വൈറൽ വീഡിയോകളിൽ കണ്ടില്ല. ഉസ്താദ് പറഞ്ഞിരിക്കുന്നു, കൊണ്ടുവന്ന എനിക്ക് ക്ഷീണവും പ്രയാസവും അസുഖമൊക്കെ ഉണ്ടായി, ഒരു ഡോക്ടറെയും കാണിക്കേണ്ടി വന്നില്ല, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നില്ല. കാരണം എന്റെ കയ്യെത്ത് ദൂരത്ത് ഒരു വെളിപ്പാടകലെ എനിക്ക് പറ്റാവുന്ന ഡോസ് കുടിക്കാൻ പാകത്തിൽ പ്രവാചകന്റെ തിരികേശം മുക്കിയിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നു. അത് ഞാൻ ദിവസം 3 നേരം എന്ന നിലയ്ക്ക് 4 ഔൺസാണ് കുടിച്ചതോടുകൂടി എന്റെ എല്ലാ അസുഖങ്ങളും പ്രയാസവും ക്ഷീണവും മാറി എന്ന നിലക്ക് ഉസ്താദ് പങ്കുവെച്ച വല്ല വീഡിയോകളും നിങ്ങൾ കണ്ടോ കേട്ടോ? ഇല്ല. ഉസ്താദ് എന്താ ചെയ്തത്? ഹോസ്പിറ്റലിൽ പോവുക ചെയ്തത്, അഡ്മിറ്റിന് വിധേയാണ് ചെയ്തത്. സാധ്യമല്ല. ഇതൊക്കെ ചൂഷണങ്ങൾ, തട്ടിപ്പ്, സാമ്പത്തിക മോഹങ്ങൾ. അതാ നിങ്ങൾ വ്യക്തമായി അങ്ങനെ ചരണോ ഏലസോ ഈ ജാതി കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അഭൗതികമായി അദൃശ്യമായി നമ്മളെ സംരക്ഷിക്കുക. പിന്നെ ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ഏലസ് നിങ്ങൾ കുട്ടികളുടെ അരയിൽ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്യാനാണ്. പിന്നെ ആ ഏലസിൽ തമ്പുരാക്കൾ നേരത്തെ പറഞ്ഞത് വിശ്വാസികൾ പടച്ചറപ്പിൽ വരവേൽപ്പിക്കട്ടെ എന്നാ പറഞ്ഞത്. ഏലസിലല്ല വരവേൽപ്പിക്കേണ്ടത്. ജാറങ്ങളിൽ പോയി ജാറം കൂടുന്ന പച്ചപ്പരമധാനിയിലും അവിടേക്ക് നേർച്ചയാക്കുന്ന എണ്ണയിലും അല്ല വരവേൽപ്പിക്കേണ്ടത്. അവിടെ മൺമറഞ്ഞു പോയവരിലല്ല വരവേൽപ്പിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ എന്തെന്നും ജീവിച്ചിരിക്കുന്നവരിൽ വരവേൽപ്പിക്കണം. അവനാണ് എന്റെ ജീവിതത്തിൽ ഹൈറും ഷർറും ഉണ്ടാക്കുക എന്ന ബോധ്യം. അത് തൗഹീദിന്റെ അടിസ്ഥാനമാണ്. ആർക്കുണ്ടാക്കാൻ കഴിയില്ല. കുട്ടികളൊക്കെ വരുമ്പോ എന്റെ അയൽവാസിയുടെ മുണ്ടിയാമുണ്ടായിരുന്നു. പേരക്കുട്ടികളേക്ക് വരുമ്പോ അവരുടെ മുഖത്ത് കറുത്ത ഒരു കുത്തു, പിന്നെ പേരക്കുട്ടികളുടെ മുഖത്ത് കുത്തു കൺവശുണ്ട്. അപ്പൊ അങ്ങനെ ആദ്യം സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ല എന്തിനു വേണ്ടിയിട്ടാണ്? ആരെങ്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല, അതിനു വേണ്ടിയാണ്. ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കറുത്ത ചെറിയ രൂപത്തിൽ മുഖത്ത് നെയ്യാവുന്ന ഡിസൈൻ ചെയ്യാൻ കുത്തുണ്ടാക്കി വെക്കുക. ഇങ്ങനെ മനുഷ്യൻ വീടെടുക്കുന്ന സമയത്ത് അവിടെ ചില കോലങ്ങളും കാര്യങ്ങളൊക്കെ വെക്കും. കരികണ്ണ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അപ്പൊ അവനാണ് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കാണ് കണ്ണു പതിക്കുന്നത് എങ്കിൽ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. പ്രവാചകൻ പറഞ്ഞു, നിങ്ങള് കണ്ണിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അസൂയ വെച്ചുള്ള കണ്ണ്, അല്ലേ? അസൂയ വല്ല കണ്ണേറ്, നാക്കേറ്, മൂക്കേറ് ഈ ജാതി പരിപാടിയൊന്നുമില്ല. അല്ല, ഐനി എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ് അർത്ഥം. ആരെങ്കിലും നമ്മെ നോക്കിക്കഴിഞ്ഞാൽ നവാസത്തിലുള്ള പ്രശ്നം അത് അസൂയയിലേക്ക് എത്തിയാൽ, നമ്മളൊരു കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാല് നമ്മെ പോലെ വേറൊരുത്തർ അപ്പുറത്ത് കച്ചവടം തുടങ്ങിയാൽ അവന് നമ്മുടെ കച്ചവട സ്ഥലത്തേക്ക് ഇവർക്ക് ഇപ്പോഴും കച്ചവടം കുറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞൊരു നോട്ടുണ്ട്. ആ നോട്ടം അസൂയ വെച്ചുള്ള നോട്ടാണ്. പിന്നെ കാര്യകാല ബന്ധങ്ങൾക്കുള്ളിൽ അവർ ചില കാര്യങ്ങളിലേക്ക് കടക്കും. അത് നമുക്ക് പ്രയാസം ഉണ്ടാക്കും. ആ പ്രയാസത്തിൽ നിന്ന് രക്ഷ തേടാനാ പറഞ്ഞത്, ശരണം തേടൽ. ആ രക്ഷ അതല്ലാതെ നോക്കിയത് കഴിഞ്ഞാൽ വൈകുമ്പോൾ പോണ ആളുകൾ വീഴുക, അല്ലേ? അതേപോലെ നടക്കുന്ന കുട്ടികൾ വീഴുക, അതുപോലെ തന്നെ കഴിയുള്ള ആളുകൾ എരിയ, ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അഭൗതികമായി അദൃശ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കില്ല. അദൃശ്യമായി അഭൗതികമായി അല്ലാഹുവാണ് നമുക്ക് എന്ത് ചെയ്യുക? പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ. അതിന്റെ അവസാനം കൂടോത്രവും ശിർക്കാണ്.
കൂടോത്രവും ശിർക്കാണ്. കാരണം അറിഞ്ഞ രൂപത്തിലാണ് ചെയ്യുന്നത്. അതിന് ഉപകാരമായും ഉപദ്രവമായും പ്രതീക്ഷിക്കുന്നത്. അത് ആരുടെ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അള്ളാഹുവിന്റെ അടുത്ത് നിന്നാണ്. ഇങ്ങനെ അന്ധവിശ്വാസങ്ങളുടെ വിവിധ രൂപഭാവങ്ങൾക്ക് നടുക്കാൻ നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നതിനിടക്ക് അനാചാരവും അന്ധവിശ്വാസവും കലരാതെ വിശുദ്ധമായ വിശ്വാസവും സുന്നത്തും അനുസരിച്ച് ജീവിച്ച് മരിക്കണം എന്നുണ്ട് എങ്കിൽ പ്രമാണങ്ങൾ അതിൻ്റെതായ രൂപത്തിൽ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കണം. പ്രവാചക പ്രബോധനങ്ങളുടെ കോർ പോയിന്റ് തിരിച്ചറിഞ്ഞ് അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നീക്കാൻ കഴിയണം. പ്രവാചകൻ അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അടുത്തറിയണം. അതിനെ നിഷേധിക്കുന്നതിന്റെ തുല്യമാണ് ആരെങ്കിലും ജ്യോത്സ്യന്മാരുടെ സിദ്ധന്മാരുടെ അന്ധവിശ്വാസ പ്രചാരകരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ന് പറയാ. അടുത്ത ആയത്ത് 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 107-ാം സൂക്തം. വയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വയയുരിദുക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി വഹുവൽ ഗഫൂറുർ റഹീം. വയംസസ്കല്ലാഹു ബിദുർരിൻ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല പ്രയാസവും ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വല്ല പരീക്ഷണമോ ബുദ്ധിമുട്ടോ, അല്ലാഹു നിങ്ങളുടെ കച്ചവടം കുറഞ്ഞു പോവുക, ആരോഗ്യ രോഗം വരിക, ഇങ്ങനെ അതുപോലെ നിങ്ങൾക്ക് വല്ല പ്രയാസവും പരീക്ഷണമോ ബുദ്ധിമുട്ടോ അല്ലാഹു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, വിധിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, അല്ലാഹുവല്ലാതെ അതിനെ മാറ്റാൻ, അതിനെ പരിഹരിക്കാൻ സാധ്യമല്ല. ആയത്താണ് ഇതൊക്കെ. വയയുരിദുക ബിഖൈരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു ഖൈർ, ഒരു നന്മ, ഒരു നിഅമത്ത്, സൗഭാഗ്യം അല്ലാഹു നിങ്ങളുടെ വീടെടുക്കുന്നതിൽ, വാഹനം വാങ്ങുന്നതിൽ, സന്താന വിഷയത്തിൽ, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഖൈർ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ഫലാ റാദ്ദ ലിഫദ്ലിഹി, അതിനെ മുടക്കം ചെയ്യാൻ, ഇല്ലാതാക്കാൻ, പ്രതിബദ്ധമായി മാറാൻ ഒരാൾക്ക് സാധ്യമല്ല അല്ലാഹുവല്ലാതെ. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ചിലത് ലഭിക്കുന്നതാണ്, നൽകുന്നതാണ്, എടുക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. വഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയും. 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിലെ 2-ാം സൂക്തത്തിൽ മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മതി ഫലാ മുംസിക ലഹാ മാ യഫ്തഹില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യർക്ക്, ജനങ്ങൾക്ക് എല്ലാവർക്കും റഹ്മത്ത്, കാരുണ്യം നൽകുന്നത്. ഫലാ മുംസിക ലഹാ, അല്ലാഹു അവന്റെ കാരുണ്യം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫലാ മുംസിക ലഹാ, പിന്നെ അതിനെ കൊടുക്കാൻ ഒരാളില്ല. അല്ലാഹു പിടിച്ചു വെച്ചത് നൽകാനോ, അതേപോലെ തന്നെ വമാ യുംസികു ഫലാ മുർസില ലഹു, അല്ലാഹു പിടിച്ചു വെച്ചത് നൽകാനോ, അല്ലാഹു നൽകുന്നത് പിടിച്ചു വെക്കാനോ ഒരു സൃഷ്ടിക്കും, ഒരു ജിന്നിനും, ഒരു ശൈത്താനും, ഒരു ആഭിചാരക്കാരനും, ഒരു കൂടോത്രക്കാരനും, ഒരു നോക്കുന്നവനോ, ഒരു നടക്കുന്നവനോ സാധ്യമല്ല. അല്ലാഹുവല്ലാതെ. വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹുവാണ് പ്രതാപശാലി. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യുക്തിമാൻ എന്ന് പറയാൻ. എന്ത്, എവിടെ, ആർക്കൊക്കെ എങ്ങനെയൊക്കെ കിട്ടണം, ലഭിക്കണം എന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി തീർപ്പാണ്. അതിലാണ് നമ്മൾ വരവേൽപ്പിക്കേണ്ടത്. ഫൗക തഖദീറുനാ ലില്ലാഹി തഖദീറു, നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് മീതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട്. വഫൗക തദ്ബീറുനാ ലില്ലാഹി തദ്ബീറു, നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് മീതെ അല്ലാഹുവിന്റെ ചില നിയന്ത്രണങ്ങളുണ്ട് എന്നാണ്. അപ്പൊ അല്ലാഹു നമുക്ക് നൽകുന്ന നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങള്, സുഖദുഃഖങ്ങള്, അനുഗ്രഹങ്ങൾ, പരീക്ഷണങ്ങൾ, അതിലൊക്കെ അറുതി വരുത്തിയിട്ട് കാര്യകാലബന്ധങ്ങൾക്കുള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, സ്വന്തം ആയുസ്സും ജീവനും സമ്പത്തും തന്നെ നിലനിർത്താൻ കഴിയാത്ത മനുഷ്യരിലേക്ക് യാത്ര ചെയ്ത് ആ കേന്ദ്രങ്ങളിലേക്ക് എത്തി അവരിൽ നിന്ന് വല്ലതും വാങ്ങി അത് അരയിലോ കയ്യിലോ ബിസിനസ് സ്ഥലങ്ങളിലോ അതല്ലാത്ത ഇടങ്ങളിലോ ബന്ധിപ്പിച്ച് യോജിപ്പിച്ച് കെട്ടിയിട്ട് നടക്കേണ്ട ഗതികേട് ഇസ്ലാമിക ഉമ്മത്തിലെ ഒരംഗത്തിനും ഇല്ല. ആ വിധത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും. പ്രവാചക ജീവിതത്തിലേക്ക് കടന്നു വന്ന ബാല്യപ്രായത്തിൽ വന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കുക. ഇദാ സ്തഅൽത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടിയാൽ അല്ലാഹുവിന്റെ സഹായം തേടുക. യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ധർമ്മനിഷ്ഠയുള്ളവരായി തീരുക, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. അല്ലാഹു നമ്മെ പരിഗണിക്കും. സൂക്ഷ്മത ഉണ്ടാകുക, തൗഹീദി ബോധം ഉണ്ടാകുക, തവക്കുൽ ഉണ്ടാകുക, തഖ്വ ഉണ്ടാകുക,
തസ്കിയത്തും തർബിയത്തും അത് നിലനിർത്തി കഴിഞ്ഞാൽ ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും അല്ലാഹു നമ്മെ പരീക്ഷിക്കും, പക്ഷേ പരാജയപ്പെടുത്തുകയില്ല. അല്ലാഹു നമുക്ക് തുറവി നൽകും. ആ തുറവിക്ക് വേണ്ടി ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരുടെ ജീവിതത്തിലെ നിർണായക ചരിത്ര സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. തീയിലേക്ക് എടുത്തെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു വരവേൽപ്പിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ തൗഹീദിനെ തവക്കുലിനെ ആ തീക്ക് കെടുത്തിക്കളയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് എന്റെ റബ്ബ് മതി, വരവേൽപ്പിക്കാൻ അവൻ ഉന്നതനാകുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ അകപ്പെട്ട സമയത്ത് പടച്ചറബിൽ തവക്കുലാക്കുക. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് എന്റെ റബ്ബ് മതി, അവൻ വരവേൽപ്പിക്കാൻ ഉന്നതനാണെന്ന് പറയും. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അധ്യായങ്ങൾ, പ്രവാചക ചരിത്രങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ തൗഹീദിന്റെ ഒരു മന്ദം കേൾക്കൂല, അവന്റെ തവക്കുൽ നഷ്ടപ്പെടൂല. 20 വർഷത്തോളം രോഗം ബാധിച്ചു കിടന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് തേടുക. വയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനി അദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ, അല്ലാഹുവേ എനിക്ക് പ്രയാസം, ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിനോട് ആവരാതി ബോധിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശബ്ദം നൽകിയ വഅന്നീ മസ്സനി ശൈത്താൻ, എനിക്ക് പിശാച് ബാധിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഉപദ്രവത്തെ, രോഗത്തെ, തിന്മകളെ പിശാചിലേക്ക് ചെലുത്തി പറയാം. അതല്ലാതെ പിശാച് ശരീരത്തിൽ കയറിക്കൂടി അസുഖം ഉണ്ടാക്കും എന്നല്ല. കാരണം ആ ആയത്തിന്റെ വ്യാഖ്യാനായിട്ട് അടുത്ത ആയത്തിൽ അന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കിതാ ഉപദ്രവം ബാധിച്ചിരിക്കുന്നു എന്നാണ്. പണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ നിന്നുണ്ടായിരുന്നു, ജിന്നെ ശരീരത്തിൽ കയറിക്കൂടി അസുഖം ഉണ്ടാക്കി ഒരു മനുഷ്യനെ തകർത്ത് തരിപ്പണാക്കി ഒന്നുമല്ലാതാക്കി തീർക്കുന്നത്. ആ അപസ്മാരം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് അപസ്മാരം ഉണ്ടാകുമ്പോൾ അവരെ കെടുന്ന് പടയുമ്പോ അത് ശൈത്താൻ കൂടിയതാണ് എന്ന് പറയാം. എന്നിട്ട് രക്ഷിതാക്കൾ പോലും ചികിത്സിക്കാതെ ഏതാനും ചില നൂലുകളൊക്കെ ബന്ധിപ്പിച്ച് നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പിന്നെ മെഡിസിൻ വന്നു, ഇത് ന്യൂറോൺ പ്രശ്നങ്ങളാണ്, തലച്ചോറിലെ പ്രശ്നങ്ങളാണ്. അതിന് കാര്യകാല ബന്ധങ്ങൾക്കുള്ളിൽ ചികിത്സ തേടാൻ തുടങ്ങി. അത് ചികിത്സയുടെ കൂടെ മന്ത്രവാദമല്ല, പിന്നെ മന്ത്രാണ്, പിന്നെ പ്രാർത്ഥനയാണ്. ഫലത്ത്, നാസ്, ഇഖ്ലാസ്, ആയത്തുൽ കുർസി, ഫാത്തിഹ, അതൊക്കെയാണ് പിന്നെ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് കയ്യിലൂതി ശരീരത്തിൽ തടവാ. അതിന് ഏതെങ്കിലും തെറാപ്പിക്ക് പോകേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അഭൗതികമായിട്ടാണ് നമ്മൾ ശമനം പ്രതീക്ഷിക്കുന്നത് എങ്കിൽ അതിനാദ്യം തദാവുദികൾ ചികിത്സിക്കണം, കാര്യകാല ബന്ധങ്ങൾക്കുള്ള ചികിത്സ നടത്തണം. അന്ധവിശ്വാസ ചികിത്സയല്ല, ഏതെങ്കിലും ആഭിചാര ചികിത്സകളല്ല, ജിന്നറക്കം പോകലല്ല. മറിച്ച് എനിക്ക് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അതിന് ശരീരത്തിനാണ് അസുഖം ബാധിക്കുന്നത് എങ്കിൽ ഏത് അവയവത്തിനാണോ അസുഖം ബാധിക്കുന്നത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും സെക്ഷൻസും ആ വിഭാഗവും ആ ഡോക്ടേഴ്സിനെ ചെന്ന് കാണണം. കണ്ണിനാണ് അസുഖമെങ്കിൽ ENT, ഹൃദയത്തിനാണ് അസുഖമെങ്കിൽ കാർഡിയോളജി, അതേപോലെ തന്നെ മറ്റുള്ള ന്യൂറോ, ഇങ്ങനെ ഓരോന്നിനും. അതേപോലെ മനസ്സിനാണ് അസുഖം ബാധിക്കുന്നത് എങ്കിൽ, മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്നു എങ്കിൽ കാര്യകാല ബന്ധങ്ങൾക്കുള്ളിൽ ആദ്യം നിർവഹിക്കേണ്ടത് സൈക്കോളജിസ്റ്റിനും സൈക്കാട്രിസ്റ്റിനും മനഃശാസ്ത്ര വിശാരദന്മാരെയും കാണുക. സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് അവർ പറഞ്ഞു തരും. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം കൗൺസിലിംഗിലൂടെ അവരെടുക്കും. അതേപോലെ ഇണജീവിതത്തിലെ സൗരഭ്യം നഷ്ടപ്പെട്ടതും തെന്നി മാറിക്കൊണ്ടിരിക്കുന്ന ഇണജീവിതമാണ് ഇദ്ദേഹത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്, മനോവ്യതിയാനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് അവർ പറഞ്ഞു തരും. എന്നിട്ട് അത് രൂക്ഷമായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗുളികയും മരുന്നും ഒക്കെ തരും. അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മീയതയും കൊണ്ടുവരിക. അള്ളാഹു പറഞ്ഞ വിധികൾ വായിക്കുക. മക്കളുടെ പാരന്റിങ്ങിന്റെ വിഷയത്തിൽ രക്ഷിതാക്കൾ ഉത്തരവാദിത്തം കാണിക്കുക. മാതാപിതാക്കളുടെ മക്കൾ മാന്യമായി പെരുമാറുക. ദാമ്പത്യ ജീവിതത്തിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാകുക. ഇങ്ങനെ വിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, മക്കളുമായി മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ സമാധാനം താനെ കടന്നു വരും. അതാണ് അതിന്റെ ആത്മീയമായ ഭാഗം എന്ന് പറയുന്നത്. അതിനടിച്ചടക്കാൻ പോകേണ്ട ആവശ്യമില്ല. 13-ാം അധ്യായം സൂറത്തുൽ റഅദ് 28-ാം സൂക്തം, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനൂ, വിശ്വസിച്ച വിഭാഗം,
അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് അവരുടെ മനസ്സിൽ ശാന്തി സമാധാനം വരുന്നതാണ്. അള്ളാഹിനെ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ ചികിത്സ എടുത്തിട്ടുണ്ട്, കാണേണ്ടവരെ കണ്ടിട്ടുണ്ട്, പടച്ചോനെ കാര്യകാലബന്ധങ്ങൾക്കുള്ളിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥനയാകുന്ന മന്ത്രങ്ങളിലൂടെ നിന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഹറാമിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്, തഖ്വ പാധേയമാക്കിയിട്ടുണ്ട്, തവക്കുലിലൂടെ നീങ്ങുകയാണ്, ശിർക്കിന്റെയോ ഹറാമിന്റെയോ ചികിത്സകളിലേക്കും കാര്യങ്ങളിലേക്കും പോയിട്ടില്ല. റബ്ബേ എനിക്ക് നീ ഒരു തുറവി നൽകണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അതിജീവനം നൽകിയതുപോലെ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രോഗത്തിന് ശമനം നൽകിയതുപോലെ, ഞാൻ ഏത് വിഷയമായിരുന്നാലും, സന്താന സൗഭാഗ്യമാണെങ്കിൽ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം, സന്താനം നഷ്ടപ്പെട്ടതാണെങ്കിൽ യൂസുഫ് നബിയെ ബിന്യാമീനെ നഷ്ടപ്പെട്ട സമയത്ത് അല്ലാഹുവിലേക്കാണ് എന്റെ എല്ലാ ആവലാതിയും പ്രയാസം എനിക്ക് പങ്കുവെക്കാനുള്ളത് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്നും പറച്ചിൽ നിന്നുമുള്ള പദമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പദങ്ങളെ ആലോചിക്കുക, അല്ലാഹുവിൽ തവക്കുലാക്കുക. അതല്ലാതെ വഴിവിട്ട മാർഗങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഈ ഉമ്മത്തിൽ എത്ര ശൈത്താനും ജിന്നും കൂടലും പൊട്ടിച്ചുട്ടും അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു പോയിരുന്നു. ഉമ്മാന്റെ വീട്ടിൽ പോണ സമയത്ത് അവിടെ അങ്ങനെ തറവാട് വീട്, അപ്പൊ ഞാൻ ആലോചിക്കും ത്രികോണാകൃതിയിലെ ഒരു പ്രത്യേക ഹോളുകള് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹോള് എന്ന്, സോപ്പ് വെക്കാനായിരിക്കും, അല്ലെങ്കിൽ വിളക്ക് വെക്കാനായിരിക്കും, എന്തെങ്കിലും സാധനം വെക്കാനായിരിക്കും, അല്ല, അത് ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് ശൈത്താന് പാസ് ചെയ്യാൻ വേണ്ടി ബൈപ്പാസ് ഉണ്ടാക്കി കൊടുത്തതാ. ആ സിറ്റ് ഔട്ടിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് വന്ന വഴി തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ആ ഹോളിൽ നിന്ന് കണക്കാക്കിയിട്ട് ശൈത്താനിങ്ങനെ പോവാതെ വേറൊരു ഹോളും ഇല്ല. എന്നിട്ട് അടുത്ത ബെഡ്റൂം കടന്നാൽ കണ്ടത്തെ തറവാടുകൾ വീടുകളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില ഹോളുകളുണ്ട്. എന്നാൽ കാര്യങ്ങൾ ബന്ധങ്ങൾക്കുള്ളിൽ ചില ഹോളുകളുണ്ട്. അതെന്തിനു വേണ്ടിയാ? ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഉപകാരത്തിന് വേണ്ടിയിട്ട്, എയർ പാസിങ്ങിന് വേണ്ടിയിട്ട്, വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അതല്ലാതെ അഭൗതികമായ അദൃശ്യമായി നമ്മളുമായി ബന്ധമില്ലാത്ത വിഷയത്തിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത നിർമ്മിതികൾ നടത്തുക, ബേജാറുണ്ടാക്കുക, ആ രൂപത്തിലൊക്കെ ശൈത്താനും ജിന്നും കാര്യങ്ങളും വിഷയങ്ങളും ഒക്കെ ഏറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പിന്തിരിപ്പൻ കാര്യങ്ങളാണ്, പിറകോട്ട് ഭരിക്കലാണ്. ഒരു നൂറ്റാണ്ട് കാലം ഈ നവോത്ഥാന സന്ദർഭം ജനങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് ഈ ആധുനിക കാലത്ത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ ജിന്ന് പിശാച് ശൈത്താൻ വിഷയത്തിൽ ഇപ്പോഴും മനുഷ്യർ ഓരോ മതത്തിൽ ഓരോ തരത്തിലാണ്. ചില ഭൂതപ്രേതാദികള്, യക്ഷി വേതാള സങ്കല്പം, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്, കുളത്തിൽ നിന്ന് ഭൂതത്തെ ആവാഹിക്കുക, ഇങ്ങനൊക്കെ ഓരോ മതത്തിലും വിവിധ പേരുകളിൽ അറിയപ്പെടും. പക്ഷേ ഇത് ഇസ്ലാമിക ഉമ്മത്തിലേക്ക് വന്നാൽ അതിനെ ആ രൂപത്തിലൊക്കെ ഇല്ലാത്ത അവസർപ്പക കഥകൾ കൊടുത്തുകൊണ്ട് അതിശയോക്തി പറഞ്ഞ ആളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലേ? ഹസീന എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിൽ ഒരു സഹോദരിയുടെ മനോരൂപിന് സൈക്കോ പ്രശ്നമാണ്. ഡോക്ടറെ കാണിക്കേണ്ടത് സിദ്ധരെ കൊണ്ടുപോയി കാണിച്ചത്. സിദ്ധ കാണിച്ച് ജിന്ന് കയറിയതാന്ന് പറഞ്ഞു. വാപ്പാന്റെ കണ്ണുകളിൽ വെച്ചിട്ട് ഈ സിദ്ധരാകുന്ന ഉസ്താദ് നീയാണ് അടിക്കുകയാണ്. അപ്പൊ അടിക്കുമ്പോ വാപ്പാക്ക് എങ്ങനെയാണ് തന്റെ മോളാണല്ലോ. നോക്കുമ്പോ അന്ധവിശ്വാസം ഉണ്ടാക്കി വെക്കുന്ന നഷ്ടങ്ങൾ, വേദനകൾ എത്രയാണ്. അപ്പോ ആ പിന്നെ നെന്മാറയിലെ 2 കുട്ടികളുടെ ആ കരച്ചില്, അതേപോലെ ഞാൻ പറഞ്ഞ ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 സ്വന്തം മക്കളെ വിദ്യാസമ്പന്ന കുടുംബത്തിൽ കൊല ചെയ്യപ്പെട്ട രംഗങ്ങള്, കാസർഗോഡ് ഗഫൂറാജിക്ക് സംഭവിച്ചത്, വയനാട് വൈത്തിരിയിലെ നവാസിന്റെ കൊലപാതകം, ഏതെടുത്തു അസീനയെ ചവിട്ടിക്കൂട്ടി അടിക്കുക, പഠിക്കും പിതാവ് തന്നെ അടിക്കണമെന്നാണ്. അതുകൊണ്ട് ബേജാറാവണ്ട, ഓൾക്ക് അടി കൊള്ളുന്നില്ല, ഓൾക്ക് വേദനിക്കൂല, ഇത് കയറിക്കൂടി ജിന്നിനാണ് ഈ അടി വേദനിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. അവസാനം നട്ടലിന് ക്ഷതമേറ്റ് ഹസീന എന്ന് പറയുന്ന സഹോദരി കൊല്ലപ്പെടുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ സിദ്ധൻ തൊഴിച്ച തൊഴി കൊണ്ടും വണ്ടി കൊണ്ടും നട്ടലിന് ക്ഷതേറ്റിട്ടുണ്ട്. ഈ ഉമ്മത്തില് ഗഫൂറാജുമാരുണ്ടാകാൻ പാടില്ല, അതേപോലെ തന്നെ ഹസീനമാരുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള പാവപ്പെട്ട സ്ത്രീകൾ വഞ്ചനയ്ക്ക് വിധേയമാകാൻ പാടില്ല. എത്രയോ നാദാപുരം വിവാഹം നടക്കാത്തതിന്റെ പേരിലാണ് എന്ത് ചെയ്തത്? ജിന്ന് ചികിത്സ നടത്തി പൊള്ളലേറ്റിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജിന്ന് ചികിത്സ ഇന്നെ തീരുണ്ടാകാൻ, എന്നിട്ട് അവിടെ തീയോണ്ട് കളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ജിന്ന് ചികിത്സ നടത്തിയിട്ട് അവസാനം എന്ത് ചെയ്യാണ്? ഈ സഹോദരിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഈ അന്ധവിശ്വാസങ്ങളിൽ ലൈംഗിക ചൂഷണം, ജീവൻ നഷ്ടപ്പെടുക, സാമ്പത്തിക തട്ടിപ്പ്, സന്മാർഗ നഷ്ടം, മാനഹാനി, ഇതിലേക്കൊക്കെ നയിക്കുന്നതിന്റെ കാരണം എന്താണ്? മാണുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതെ പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നിങ്ങൾ ശൈത്താനും ജിന്നും എന്തൊക്കെ ആയിരുന്നാലും പടച്ച റബ്ബിൽ ശരണം തേടി തവക്കുലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രയാസവും ബുദ്ധിമുട്ട് നിങ്ങളെ ബാധിക്കുകയില്ല, പിടികൂടുകയില്ല എന്ന ഉറപ്പ് അല്ലാഹു നമുക്ക് നൽകിയിട്ട് പിന്നെ ഏത് ഉറപ്പുകളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ
ശൈത്താനെ കുറിച്ച് പറഞ്ഞപ്പോ ഇന്നഹു ലൈസ ലഹു സുൽത്താൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നഹു ലൈസ ലഹു സുൽത്താൻ, അവരുടെ മേൽ ഒരു അധികാരവുമില്ല, അലല്ലദീന ആമനു വിശ്വാസികളായ ആളുകളുടെ മേൽ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ പടച്ചറബിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുകയാണ് എങ്കിൽ അവരെ കീഴ്പ്പെടുത്താൻ പിശാചിന് സാധ്യമല്ല. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ 55-ാം സൂക്തം, ഇന്ന ഇബാദി, എന്റെ അടിമയുടെ മേൽ, ലൈസ ലക അലൈഹിം സുൽത്താൻ, പിശാച് നിനക്കെത്തില്ല. എന്റെ അടിമയുടെ മേൽ അവർ ഇഖ്ലാസ് ഉള്ളവരാണ് എങ്കിൽ നിനക്ക് അധികാരം അധീശത്വം ചെലുത്താൻ സാധ്യമല്ല, അട്ടിമറി നടത്താൻ സാധ്യമല്ല, അവരെ പിടിച്ച് വലിച്ചടക്കാൻ സാധ്യമല്ല, തകർത്ത് കളയാൻ സാധ്യമല്ല. വകഫാ ബിറബ്ബിക വകീലാ, അവരൊക്കെ വക്കീലായിട്ട് അല്ലാഹു മതി എന്ന് പറയാൻ പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുക. സുബഹിക്ക് പള്ളിക്ക് വരുമ്പോ സമയത്ത് വെള്ളി വെച്ചിട്ട് കാല് വെച്ചിട്ട് തള്ളിയിടാതെ സാധിക്കൂല. തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം, എനിക്ക് പല കഴിവുകളുണ്ട് എന്ന് വിചാരിച്ച് വ്യാഖ്യാന കസരത്തിന്റെ മറവില് പിശാച് കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഗഫൂറാജിനെ കൊല്ലപ്പെട്ടു കൊടുത്ത സൈഡിൽ നിന്നിട്ട് ജിന്നുകൾ ഇങ്ങനെ പറയുണ്ടാവും, ആ ജാതി ആളുകൾ ചെയ്തിട്ട് നമ്മളെ നേരത്തെ കിട്ടുക വേണ്ടിയില്ലേ, മനസ്സിലായില്ലേ? കാരണം ചെയ്തത് കൊണ്ട് ശരീരം ടീമാണ്, നമ്മളെ കുറ്റം പറഞ്ഞത് എന്ന് അവർ, കാരണം ജിന്നുകൾക്ക് നമ്മളെ കാണാൻ പറ്റും, നമുക്ക് ജിന്നുകളെ കാണാൻ കഴിയില്ല എന്നുള്ളൂ. നമുക്ക് നമ്മെ അവർക്ക് കാണാൻ പറ്റും, അവരവരുടെ ലോകത്ത് ജീവിച്ചു മുന്നോട്ട് പോകാൻ, നമ്മൾ നമ്മളുടെ ലോകത്തുമാണ്. ജിന്നുകളിലെ ചീത്ത പറഞ്ഞാണ് പിശാച് എന്ന് പറയുന്നത്. ആ പിശാചിനാണ് മനുഷ്യന് സ്വാധീനമുള്ളത്. ആ സ്വാധീനം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാക്കാൻ ദുർബോധനം നടത്തുക എന്നതാണ് പിശാചിന് നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം. അതല്ലാതെ പ്രത്യക്ഷമായി കടന്നു വന്നുകൊണ്ട് പ്രത്യാക്രമണം നടത്താനുള്ള പവർ പിശാചിന് പടച്ചറമ്പ് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം തകിടം മറിയും, പ്രകൃതി വിരുദ്ധമായി തീരും, മനുഷ്യ ജീവിതം ദുസ്സഹമായി തീരും. കാരണം ഞാൻ നമസ്കരിക്കുന്ന സമയത്ത് നിശബ്ദമായ അന്തരീക്ഷം, അങ്ങേയറ്റത്തെ ഇഖ്ലാസ് മുറ്റി നിൽക്കുന്ന അവസ്ഥ, ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള മുനാജാത്ത്, ആർക്കും ഇടപെടാൻ സാധ്യമല്ല, കുട്ടികളുടെ കരച്ചിലില്ല, ആരുടെയും അനവസരപ്പെടുത്തലില്ല, മൊബൈലില്ല, ഒന്നുമില്ല, ഏകാഗ്രതയോടെ ഞാൻ എന്റെ റബ്ബിലേക്ക് അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോ പിശാചിന് ഏറ്റവും വെറുപ്പുള്ള സംഗതിയായിരിക്കും അത്. അപ്പൊ പിശാച് കാണിച്ചത് ഭൗതികമായിട്ട് ഇടപെട്ട് ഇപ്പൊ ഞാൻ കൊളാക്കി തരാൻ ഭക്തി, എന്റെ ഇഖ്ലാസ്, എന്റെ അനുഭൂതി, മുനാജാത്ത്, തൊട്ടപ്പുറത്ത് വാതിലിന്റെ സൈഡിൽ നിന്നിട്ട് 2 പൊട്ട് ഇങ്ങനെ ലൈനങ്ങള് 2 പൊട്ട് ഇങ്ങനെ പൊട്ടും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ആരും കാണൂല, കഴിയും ശൈത്താൻ ഈ ജാതിക്ക് ഇടപാടുകൾ നടത്താൻ കഴിയൂല. എന്താ പിശാചിന് കഴിയുക? മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കുക. ഞാൻ സുബഹിന്റെ സമയത്ത് കിടക്കുമ്പോ നല്ല AC, ബ്ലാങ്കറ്റ്, തണുപ്പ്, അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് വിശ്വാസം കിട്ടുന്നതാ. ജമാഅത്തിന് 20 മിനിറ്റ് ഉണ്ട്, 10 മിനിറ്റ് ഉണ്ട്, വിശ്വാസം ഉണ്ടാക്കുക. അതല്ലാതെ ബ്ലാങ്കറ്റ് അടക്കം നമ്മളെ കൂട്ടിക്കെട്ടി ഞാനത് കാണാൻ വേണ്ടിട്ട് പോണത് അല്ലേ? നമ്മൾ പിശാചിനെ തമ്മിൽ മൽപ്പെടുത്താം. ഞാൻ എണീക്കാൻ നോക്കുമ്പോ പിശാചിനെ ചെയ്യാം, ഈ ജാതി പരിപാടി പിശാച് എന്താ ചെയ്യല്? ദുർബോധനം നടത്തും. ജുമാന്റെ സമയമായിട്ടുണ്ട് അല്ലെ, അപ്പോൾ നമ്മൾ പറയും അല്ലെ, പിശാച് വിശ്വാസം ഉണ്ടാക്കുക. ഒരു കാര്യം അടിച്ചിട്ട് അല്ലെ, ചെറിയൊരു കാര്യം ചായ കുടിച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു കടി നിന്ന് വരാം, അപ്പൊ ഇമാമനും പറമ്പ കയറി പിശാച് വിജയിച്ചു, വിശ്വാസം ഉണ്ടാക്കി, നമുക്ക് ആ പോയി നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ ജാതി പരിപാടിയാണ് ചെയ്യല്. കുട്ടികളുടെ അരികിലേക്ക് പോകുമ്പോ ഒന്ന് വെച്ച് നോക്കടാ, മനുഷ്യ പിശാച് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള പിശാചിൽ നിന്ന് രക്ഷ നേടണം. അതായത് പിശാചിനേക്കാൾ വലിയ പിശാചായി മാറും മനുഷ്യ പിശാചായിരിക്കും. കാര്യം DMA കൊടുക്കും, NSC സ്റ്റാമ്പ് കൊടുക്കും, ആശിസ് കൊടുക്കും, 2 കിലോ കഞ്ചാവൊക്കെ ഏൽപ്പിച്ചിട്ട് ഇതിന് 5 ഗ്രാം ഭാരത്തെത്തിച്ചാൽ മതി, അനക്ക് വാരാം. പൈസ വാരണ 5 ഗ്രാം എന്ത് ചെയ്താൽ മതി, എത്തിച്ചാൽ മതി എന്ന് പറയുമ്പോ 1 ഗ്രാമിന് 1000 രൂപ കമ്മീഷൻ, 5000 രൂപ തരും. പിശാച് ദുർബോധം ഉണ്ടാക്കുക, മനുഷ്യൻ പിശാച്, അതിന്റെ കൂടെ മറ്റേ പിശാചും കൂടി കേൾക്കുക, ഓരോ ഏറ്റെടുക്കുക, തിന്മയിലേക്ക് പോവുക, അതപ്പതിച്ചു പോവുക. അതല്ലാതെ MDMA കൊണ്ടുവന്നിട്ട് പിശാചിനെ അടിച്ചിട്ട് തുറക്കടമായ അനുസരിക്കട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അധീശത്തെ ചെലുത്തിയിട്ട് അങ്ങനെ തിന്മയിലേക്കും അധർമ്മത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും അനിസ്ലാമികതകളിലേക്കും കൊണ്ടുപോകാനുള്ള വകുപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്നാണ് പ്രമാണങ്ങളുടെ പക്വമായ വായന നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയത്തിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെയും പറഞ്ഞതിന്റെ പരിധിയിൽ നിൽക്കുക, എല്ലാത്തിനും പടച്ചറപ്പിൽ തവക്കുൽ ചെയ്യുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 39-ാം അധ്യായം സൂറത്തുൽ സുമറിലെ 36-ാമത്തെ ആയത്ത് കോറിയുടെ മനസ്സിൽ അലൈഹിസ്സല്ലാഹു ബികാഫിൻ അബ്ദാ, തന്റെ അടിമക്ക് അല്ലാഹു
തന്റെ അടിമക്ക് അള്ളാഹു പോലെ എന്ന് അനുഗ്രഹിക്കുന്ന നായകൻ പണ്ട് തൗഹീദി ഗാനം രചിച്ച് നിലമ്പൂരിലെ എസ് എ ജമീല് അദ്ദേഹത്തിന്റെ തൗഹീദി ഗാനത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു അള്ളാഹു പോലെ എന്ന് ചോദിച്ചില്ലേ, ആ സമയത്ത് നമ്മൾ പറയേണ്ടത് എന്താ? ഞങ്ങൾക്കൊരു അള്ളാഹു പോരാ, ഞങ്ങൾക്ക് സിദ്ധ കേന്ദ്രങ്ങൾ വേണം, ആൾദൈവ കേന്ദ്രങ്ങൾ വേണം, ജാതകളും മക്ബറകളും വേണം, ആകാശത്ത് ഫ്ലൈറ്റിനെ നിയന്ത്രിക്കുന്ന CM വേണം, ട്രെയിനെ പിടിച്ചു നിർത്തുന്ന CM വേണം, അതേപോലെ ഹോട്ടലിൽ കത്തിച്ചു കളഞ്ഞ CM വേണം. ഉപജീവനത്തിന് വേണ്ടി ഇരിക്കുന്ന മനുഷ്യന് ആ മനുഷ്യന് ഹോട്ടലിൽ കയറി CM ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി പോകുമ്പോ ഭക്ഷണം കൊടുക്കാതെ പൈസ കൊടുക്കാതെ പോയ സമയത്ത് ഓടിച്ചെന്ന് ചോദിക്കുന്നത് പൈസ തന്നില്ലട്ടോ. ആ സമയത്ത് കൂടാതെ പോവുക. പിന്നെയും ചോദിച്ചു. CMന്റെ കറാമത്ത് പറയാ, കാഫിലക്കാരൻ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അന്ധവിശ്വാസത്തിന്റെ അങ്ങേയത്തല പ്രബുദ്ധമായ പ്രാമാണികമായ ഈ മതത്തിന്റെ പ്രതലത്തിൽ ഇരുന്നു കൊണ്ട് പരിഹാസ്യ കഥാപാത്രമാക്കി ഈ മതത്തെ ചിത്രീകരിക്കുക, ഡിങ്കൻ മായാവി കഥകളിലേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് പുതുതലമുറ ഇത് എന്തൊരു മതമാണ്, എന്തൊരു ആശയമാണ്, XYZ ടീമും ജാമിലമാരും രവിചന്ദ്രന്മാരും ലിറ്റുമസ്സുകാരും ഒക്കെ നമ്മുടെ പുതുതലമുറയെ യുക്തിവാദത്തിലേക്ക് നിരീശ്വര നിർമ്മതവാദത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ജാതി അന്ധവിശ്വാസങ്ങളും അതിശയോക്തികളും പറഞ്ഞുകൊണ്ട് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് ആരാണ്? പൗരോഹിത്യമാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച പൈസ ചോദിച്ചപ്പോ ഒറ്റ ശബ്ദം, ഈ ഹോട്ടലിലെ കാഷ്യറിൽ ഇരുന്ന മനുഷ്യൻ ഉടനെ തിരിഞ്ഞു നോക്കിയപ്പോ തന്റെ കട ഹോട്ടൽ അവിടെ കത്ത് എടുത്തിട്ട് CM കറാമത്ത് പുറത്തെടുത്ത് CM ചോദിക്കും പൈസ വിവരാണ്ടറിയും. അതാണ് സംഭവിച്ചത്. ഈ ജാതി കറാമത്ത് ഒരു ലജ്ജയുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഇരുന്ന് പറയാ. എന്താ അവിടെ സംഭവിച്ചത്? ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സാമാന്യ മര്യാദയുടെ പൈസ കൊടുക്കുക എന്നുള്ളത്, ആ മര്യാദ പാലിച്ചില്ല. എന്നാൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, ഹോട്ടലിൽ പോരുക, അതും ചെയ്തില്ല. ഇതേപോലെ കറാമത്താണ് എന്ത് ചെയ്തത്? പിന്നെ ട്രെയിനിൽ കയറിയ സമയത്ത് ടിക്കറ്റ് എടുക്കാതെ കയറി വേറെ കഥ. അതൊക്കെ പറയുകയാണ് CMന്റെ പേരിൽ. അദ്ദേഹം മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടായ അവസാനം മരിച്ചു പിരിഞ്ഞ മനുഷ്യനാണ് CM. അതിന്റെ പേരിലുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ജാതി അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും അനാചാരങ്ങളും അവിടുത്തെ ഉറൂസും നേർച്ചയും എല്ലാം അതിന്റെ പിന്നിൽ. ഞാൻ വിഷയവിശാലാണ്, അതിലേക്കൊന്നും പോകണില്ല. ഏതായിരുന്നാലും ട്രെയിനിൽ കയറി കൂടെയാണ് പറയാൻ. ട്രെയിനിൽ കയറിയപ്പോൾ TTR വന്ന് ടിക്കറ്റ് ചോദിച്ചപ്പോൾ CMന്റെ അടുത്ത് ടിക്കറ്റ് ഇല്ല. അവർ പറഞ്ഞു അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ് മാന്യമായിട്ട്. അപ്പോ അടുത്ത സ്റ്റേഷനിൽ CM ഇറങ്ങിയ സമയത്ത് പിന്നെ ട്രെയിൻ പോണില്ല. അപ്പൊ ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ വിചാരിച്ച ആളുകളാക്കി മൂപ്പരായിട്ട് കയറ്റിക്കാടി, കാര്യം നടക്കണമെങ്കിൽ മൂപ്പരങ്ങോട്ട് കയറ്റിക്കാടി. അങ്ങനെ മൂപ്പരായിട്ട് കയറ്റി ട്രെയിനൊക്കെ സ്മൂത്ത് ആയിട്ട് കണ്ണൂർ വിട്ട് കാസർഗോഡ് അങ്ങനെ പോണ്. ഞാൻ പറഞ്ഞതാ കണ്ണൂർ കാസർഗോഡ്, പക്ഷെ അദ്ദേഹം ചെയ്യാണ് സ്മൂത്ത് ആയി. എന്താ പറയുന്നത്? അതിനൊരു മെസ്സേജ് എന്താ? വാട്ട് ഈസ് ഹിസ് മെസ്സേജ്? എന്താ അതിന്റെ മെസ്സേജ്? കേൾക്കുന്ന ആൾക്ക് സാമ്പത്തിക കൃത്രിമത്വം നടത്തി, അല്ലേ, രാജ്യത്തെ നിയമം തെറ്റിച്ച് ടിക്കറ്റ് എടുക്കാതെ കയറി മാന്യനായിട്ട് TTR പറഞ്ഞങ്ങള് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ടിക്കറ്റ് എടുത്ത് യാത്ര തുടർന്നോളി എന്ന് പറഞ്ഞു. അതും പാലിച്ചില്ല. അപ്പൊ അവരെന്ത് ചെയ്ത് 100 കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ അവിടെ പിടിച്ചെത്തി ഇയാളെ കറാമത്തുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കി. ഈ ജാതി കറാമത്തുകളൊന്നും ഈ ദീന് പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ വലിയകൾ എന്ന് പറഞ്ഞാൽ പടച്ചറബിലേക്ക് അടുത്തവരാണ്, സൂക്ഷ്മതയുള്ളവരാണ്, ഈമാനുള്ളവരാണ്. അത് പാടത്ത് പണിയെടുക്കുന്ന കർഷകനാകാം, അതല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ആകാം, അതല്ല എങ്കിൽ ഒരു കോളേജിലെ സ്കൂളിലെ അധ്യാപകനാകാം, അതല്ല എങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട കുടുംബത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയാകാം. തത്വമുണ്ടെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ, രാത്രി അന്ത്യയാമങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, തൗഹീദിൽ മായം കലർത്താതെ തവക്കുലൂടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഇബാദത്ത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, വിശ്വസിച്ചവരും സൂക്ഷ്മതയുള്ളവരുമാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ആ വിലായത്ത് ഔലിയാക്കന്മാരെയും ഒക്കെ പലതിലേക്കും പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ പെരുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചില ജാതകളും മക്ബറകളിലേക്കും അഫിലിയേറ്റ് ചെയ്യുകയാണ്. എന്റെ തിരൂര് നാട്ടിലാണ് പുതിയങ്ങാടി നേർച്ചയിൽ ആന നട്ടിച്ചത്. മനസ്സിലായില്ലേ? ആന നിന്നുകൊണ്ട് ചുഴറ്റി എറിഞ്ഞ് മരണസ്മരണ ഉണ്ടാവുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ആണ് ജാറപ്പറമ്പുകളിൽ. അപ്പോ ഒരു മരണസ്മരണ ചെറിയ രൂപത്തിൽ ഉണ്ടായി. അപ്പൊ ഈ ഖൗമിന്റെ അവസ്ഥ ഇതൊക്കെ നേർച്ച കേൾക്കുമ്പോഴേക്ക് മനുഷ്യന്റെ മനസ്സിലേക്ക് ആന വേണം, കച്ചവടക്കാർ വേണം, ലൈറ്റ് വേണം, കരിമരുന്ന് പ്രയോഗം വേണം. അങ്ങനെ വല്ലതൊന്നും ഇല്ല. ഒരു ഐച്ഛികമായ ഒരു പുണ്യകർമ്മം നിർബന്ധമാക്കുന്ന എന്നിൽ 10 ദിവസം പാവപ്പെട്ട മനുഷ്യർക്ക് ഉച്ചഭക്ഷണം ഞാൻ കൊടുക്കും. നേർച്ച നേർന്നാൽ അത് കൊടുക്കണം. അതിന് ആനന്റെ ആവശ്യമുണ്ടോ? ഖബറിന്റെ ആവശ്യമുണ്ടോ? ചന്ദനത്തിന്റെ ആവശ്യമുണ്ടോ? പാറപ്പള്ളിയിൽ പോകണോ? CM മഖാമിൽ പോകണോ? ഏർവാടിയിൽ പോകണോ? നാഗൂരിൽ, അജ്മീറിൽ, മുഴമ്പത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ഒരിടത്തേക്കും പോകണ്ട. തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ. ഈ ഷഅ്ബാനിൽ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് ഞാൻ എന്നെ നിർബന്ധമാക്കി. അത് നേർച്ചയായി. അത് പിന്നെ നോറ്റോളണം. റമദാനിന്റെ നോമ്പ് പോലെ നിർബന്ധമായി. ഇതിനാണ് നേർച്ച എന്ന് പറയാ. പക്ഷേ അന്ധവിശ്വാസം, അനാചാരം,
അതുമായിട്ട് ബന്ധപ്പെട്ട നേർച്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മത്തെ രക്ഷപ്പെടണം. ഇനിയും ആളുകൾക്ക് നേർച്ചയുടെ പേരിൽ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. ഇനിയും ആളുകൾക്ക് ജിന്നുകാരന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. ഇനിയും ആളുകൾക്ക് അന്ധവിശ്വാസ ആഭിചാര കൂടോത്രങ്ങളുടെ പേരിൽ ജീവനും ജീവിതവും സമ്പത്ത് നഷ്ടപ്പെടാൻ പാടില്ല. അതിന് പോംവഴി എന്താണ്? തന്റെ അടിമക്കെന്ന പോലെ അള്ളാഹു പുറമെയുള്ളതിനെ പറഞ്ഞുകൊണ്ട് അവർ നിന്നെ പേടിപ്പിക്കും. ആ സമയത്ത് നീ പറയണം, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ആ റബ്ബിൽ വരവേൽപ്പിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്റെ ജീവിതത്തിൽ ഖൈറുണ്ടായാലും അൽ ഖൈറു വശർറു മിനല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഖൈർ നന്മയും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശർറ് തിന്മയും പ്രയാസവും പരീക്ഷണവും അല്ലാഹുവിന്റെ സവിധത്തിൽ നിന്നാണ് എന്ന തൗഹീദിനെ നമ്മൾ കരപ്പെടുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നിർഭയത്വം താനെ തിരിച്ചു വരും. മനുഷ്യന്റെ മനസ്സ് സമാധാനം അടയുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. സ്വന്തത്തിൽ തൗഹീദി ബോധനത്തിലൂടെ സമാധാനം നേടിയെടുത്താൽ അത് നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുക, ഇണകളിലേക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. അങ്ങനെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടായി കഴിഞ്ഞാൽ കുറെ കുടുംബങ്ങൾ കൂടിയതാണ് ഒരു നാട്, മഹല്ല്, സമൂഹം എന്ന് പറയുന്നത്. അന്ധവിശ്വാസങ്ങളില്ലാതെ, ആത്മീയ ചൂഷണങ്ങളില്ലാതെ, ഈ രൂപത്തിലുള്ള കെട്ടുകഥകളും കാഴ്ചകളും ഇല്ലാതെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസ ജടിലമായ കാര്യങ്ങളിൽ നിന്നൊക്കെ സമൂഹത്തിലെ കുടുംബങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ, എല്ലാം പടച്ചറപ്പിൽ വരവേൽപ്പിച്ചു കഴിഞ്ഞാൽ സാമൂഹിക സുരക്ഷിതത്വവും സാമൂഹിക സ്വാസ്ഥ്യവും തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ തിരിച്ചു പിടിക്കുന്ന വിഷയത്തിൽ മുന്നിൽ നിൽക്കുന്നവരായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളെ പ്രതിനിധീകരിക്കാനും നിർവഹിക്കുവാനും അങ്ങനെ തൗഹീദും തവക്കുലും പ്രബോധന സമൂഹത്തിന്റെ കുടുംബത്തിന്റെ മക്കൾക്ക്, ഇണകൾക്ക്, സഹപ്രവർത്തകർക്ക്, വേണ്ടപ്പെട്ടവർക്കൊക്കെ സമ്മാനിക്കുവാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ബാധകളെ, തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും ഹലാലായ മുറാദുകളെയും നീ സഫലമാക്കി തരണമേ നാഥാ. അല്ലാഹുവേ, ആത്മീയ ജീവിതത്തിന്റെ അകമ്പൊരുളായി ഞങ്ങൾ മരിക്കുവോളം നിലനിർത്തേണ്ട വിശ്വാസ വിശുദ്ധി, കർമ്മ വിശുദ്ധി, സ്വഭാവ സംസ്കാര സദാചാര ലൈംഗിക വിശുദ്ധി അല്ലാഹുവേ നിലനിർത്തുന്നതിൽ നിഷ്കർഷ പുലർത്തുന്ന രക്ഷിതാക്കളിൽ, ഇണകളിൽ, മാതാപിതാക്കളിൽ, മക്കളിൽ, സഹോദരി സഹോദരന്മാരിൽ, അങ്ങനെയുള്ള മാതൃകാ മുസ്ലിമീങ്ങളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ നാഥാ. അല്ലാഹുവേ, നമ്മുടെ സമൂഹത്തിൽ അശാന്തിയുടെ അഭയാർത്ഥികളായി മാറിയ ആളുകൾക്ക് നീ തിരിച്ചു വരവ് നൽകണമേ നാഥാ. ഫലസ്തീൻ ജനതയ്ക്ക് വന്നുഭവിച്ചിട്ടുള്ള പരീക്ഷണ കെടുതികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സീസ്ഫയറിനെ നീ നിലനിർത്തി കൊടുക്കണമേ നാഥാ. അല്ലാഹുവേ, സൈന്യത്തിന്റെ കുതന്ത്രങ്ങളെ നീ തകർക്കണമേ നാഥാ. അല്ലാഹുവേ, അസന്ധ്യ സഹവർത്തനത്തിലേക്കും സമാധാനത്തിലേക്കും എത്തിക്കണമേ നാഥാ. ബന്ധപ്പെട്ട പോരാളികൾക്ക് നീ ഷഹാദത്ത് നൽകണമേ നാഥാ. അല്ലാഹുവേ, ഇസ്ലാമിക ഉമ്മത്തിനും ഭരണാധികാരികൾക്കും ഒക്കെ നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണമേ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل دعاءنا ربنا تقبل دعاءنا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. سبحانك اللهم